இதோட செய்தி வழங்குவார்கள். அவரை வேற இருக்கிறபடி கைகளை தட்டி உற்சாகமாக தேவனை மகிமைப்படுத்துவோம். ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രികാലം ഈ ഭവനത്തിൽ നിൽക്കുവാൻ ദൈവം എനിക്ക് ചെയ്ത കൃപ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രികാലം അവൻ എന്നെ പഠിപ്പിച്ച് പറഞ്ഞയച്ച വചനം ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. രാത്രികാലം നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് സംസാരിച്ച ദൈവം നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൊതുവെ രണ്ടുപേർ എൻ്റെ മുഖത്ത് തുറച്ച് നോക്കിയാൽ പോലും എൻ്റെ വായിൽ നിന്നും വാക്കുകൾ വരാറില്ല. ഞാൻ അധികം ആൾക്കാരോട് പെട്ടെന്ന് സംസാരിക്കില്ല, ഭയങ്കര നാണക്കേടാണ്. എന്നാൽ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം എടുക്കുമ്പോൾ എവിടെ നിന്നോ ഒരു ശക്തി വരുവാറുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ ഞാനിവിടെ എന്തെങ്കിലും പറയണമെങ്കിൽ ഇന്ന് ദൈവത്തോട് നിങ്ങൾ ദൈവമേ എന്നോട് എന്തെങ്കിലും സംസാരിക്കണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആമേൻ എന്നോട് സംസാരിച്ച് ദൈവം നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ. 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 ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രികാലം ഈ യൂത്ത് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന എഡ്വിൻ ബ്രദറിനും ടീമിനെ ഓർത്ത് ദൈവനാമത്തിനെ സ്തുതിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ വാക്ക് കേട്ട് ഇന്ന് ഈ ഭവനം ഒരുക്കി കൊടുത്ത ഈ ഭവനത്തിലുള്ള സകലവരെയും വരാഗ്നേശുക്രിസ്തുവിന്റെ സ്നേഹവന്ദനം ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ അവരുടെ ക്ഷണം സ്വീകരിച്ചു വന്ന സകലരെയും വരാഗ്നേശുക്രിസ്തുനാമത്തിലെ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ ഇവിടെ എന്ത് പറയണമെന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ ആമേൻ സ്തോത്രം, അവൻ എന്നെ പഠിപ്പിച്ചയച്ച ഒരു വചനം ഇത് മാത്രമാണ്. ആമേൻ നിന്നെ ഒരു കാലത്ത് ഞാൻ നിന്നോട് പറഞ്ഞു, ആമേൻ നിന്നെ എനിക്ക് ആവശ്യമുണ്ടെന്ന്. ആമേൻ ഇന്ന് രാത്രികാലം അവൻ എന്നെ പറഞ്ഞയച്ചത് ആമേൻ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരെയും എൻ്റെ യേശുവിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമുക്കാണ് ദൈവത്തിനെ ആവശ്യമുണ്ടെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസമല്ലേ. എന്നാൽ എന്നെ വചനം പഠിപ്പിച്ചു ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ടെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്നെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് മുഖവര പറഞ്ഞിട്ട് ഞാൻ വചനത്തോട്ട് കിടക്കാം. എൻ്റെ പേര് സജിൻ എന്നാണ്. അതുപോലെ തന്നെ ഞാനൊരു പാസ്റ്ററല്ല, ഞാൻ നേഴ്സാണ്. ഞാൻ ജോലി നോക്കുന്നു, അതിൽ കൂടെ തന്നെ ദൈവത്തിൻ്റെ വേലയും ചെയ്തു പോരുന്നുണ്ട്. ഇന്ന് രാത്രികാലം ഞാൻ നേഴ്സായതുകൊണ്ട് ഇവിടെ നിൽക്കുന്നതല്ല. എന്ന് മുതൽ ഞാൻ അവൻ്റെ പെട്ടകം ചുമക്കുവാൻ തുടങ്ങിയോ അന്ന് മുതൽ അവൻ എന്നെ പല സ്ഥലങ്ങളിൽ നിർത്തുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഇത് ചുമന്നുകൊണ്ട് വന്നവർ ആമേൻ സ്തോത്രം, എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാം, ഇത് നിങ്ങൾ ചുമക്കുന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് എൻ്റെ യേശു നിങ്ങളെ ചുമക്കും. ഹല്ലേലൂയ. 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 ആമേൻ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ട ഒരു വ്യക്തിയല്ലായിരുന്നു ഞാൻ. ആമേൻ 2011 കാലഘട്ടങ്ങളിൽ ആമേൻ ജീവിതം മടുത്തിട്ട് കൂടെ ഉള്ളവർ കൈവിട്ടപ്പോൾ ജീവിതം ഇത്ര തന്നെ, ഇനി എന്നെ സഹായിക്കുവാൻ ആരുമില്ല, എൻ്റെ കൂടെ ആരുമില്ലെന്ന് ചിന്തിച്ചൊരു കാലം എനിക്കുണ്ടായിരുന്നു. അന്ന് മരണത്തെ ആമേൻ എന്നെ തേടി വന്നില്ല, എന്ന് മരണത്തെ ഞാൻ തേടി പോയ കാലം എനിക്കുണ്ടായിരുന്നു. ആമേൻ ഇനി ഒരു പകൽ എനിക്ക് വേണ്ട, ഇന്നത്തെ രാത്രി കൊണ്ട് ജീവിതം അവസാനിക്കാമെന്ന് തീരുമാനിച്ച് കടന്ന ഒരു രാത്രി എനിക്കുണ്ടായിരുന്നു. എന്നാൽ ആ രാത്രിയിൽ ആമേൻ പകൽ എനിക്ക് വേണ്ട, രാത്രിയിൽ കൊണ്ട് എൻ്റെ ജീവിതം അവസാനിക്കാമെന്ന് പറഞ്ഞ് റൂമിൻ്റെ മുകളിൽ ഓടുന്ന ഫാനിനെ നോക്കിക്കൊണ്ട് കടന്ന ഒരു ചരിത്രം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ആ രാത്രിയിൽ ആമേൻ ഞാനൊരു ശബ്ദം കേട്ടു, നീ എനിക്ക് വേണ്ടി മരിക്കണ്ട, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എൻ്റെ ദൈവം പറയുവാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം ഇതാണ്. ആമേൻ അരുമ സഹോദര സഹോദരി, ആമേൻ നീ മരിക്കണ്ട, നിനക്ക് വേണ്ടി വർഷങ്ങൾ മുമ്പ് മരിച്ച ഒരുവനുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ എന്നെ പഠിപ്പിച്ചൊരു കാര്യം ഇത് മാത്രമാണ്. ആമേൻ ആമേൻ നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ആമേൻ ബൈബിളിൽ നിന്ന് ആമേൻ ദൈവം എന്നെ പഠിപ്പിച്ചു. ഇന്നിവിടെ വന്നിരിക്കുന്നവരോട് എനിക്കൊന്ന് മാത്രമേ പറയുവാൻ ആഗ്രഹമുള്ളൂ, ഇന്ന് ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇത് ഞായറാഴ്ച ദിവസമല്ലേ. ആമേൻ ഞായറാഴ്ച ദിവസമല്ലേ നമുക്ക് ഒഴിവ് ദിവസം. ഞായറാഴ്ചയല്ലേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുള്ളത്. ആമേൻ നമ്മൾ 6 ദിവസം ജോലി ചെയ്യും. ആമേൻ ഞായറാഴ്ച മാത്രം നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. ഇതെന്നോട് ഒരു ബ്രദർ പറഞ്ഞ് എനിക്ക് വരുവാൻ പറ്റില്ല, ഒരു ആവശ്യമുണ്ട്. എന്നാൽ അതൊക്കെ മാറ്റി വെച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് ഓടിയെത്തി. അപ്പോൾ ഞായറാഴ്ച ദിവസം നമുക്ക് എപ്പോഴും തിരക്കുള്ള ദിവസമാണ്. എന്നാൽ ഇന്ന് ഈ രാത്രി ആ തിരക്കൊക്കെ മാറ്റിവെച്ച് ആ ആവശ്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഇന്ന് രാത്രികാലം നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആമേൻ നിങ്ങൾ വന്നതല്ല, എൻ്റെ യേശുവിന് നിങ്ങളെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിങ്ങൾക്കൊരു കാര്യം ഉറപ്പിക്കാം, ഇന്ന് രാത്രി നിങ്ങൾ വന്നതല്ല, എൻ്റെ യേശു നിങ്ങളെ കൊണ്ടുവന്നതാ.
ഹല്ലേലൂയ. നമുക്ക് ബൈബിളിൽ നിന്ന് ഒരു വചനം നോക്കാം. ദൈവത്തിന് ആവശ്യമുണ്ടോ? നമ്മളെപ്പോഴും വിചാരിക്കും നമുക്കാണ് ദൈവത്തിന് ആവശ്യമെന്ന്. അല്ല, ദൈവത്തിന് നമ്മൾ ആവശ്യമുണ്ട്. അമ്മ വായിക്കാം. മാർക്കോസ് എഴുതിയ ലേഖനം 11:3. മാർക്കോസ് 11:3. ആർക്കെങ്കിലും വായിച്ച് സഹായിക്കാവോ? മാർക്കോസ് 11:3. அது ஆண்டவருக்கு வேண்டும் என்று சொல்லுங்கள். ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് പറയുവിൻ. உடனே அதை இவ்விடத்துக்கு அனுப்பி விடுவான் என்று சொல்லி ഉടനെ നിങ്ങളുടെ അടുത്ത് അയക്കുമെന്ന് പറഞ്ഞു. அவர்களை அனுப்பினார். ആമേ. കണ്ണടയ്ക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കുക വചനത്തിൽ. ആമേ. അപ്പാ, അങ്ങയുടെ കരങ്ങളിലേക്ക് വചനം തരുന്നു. അപ്പാ, ഞാൻ എന്ത് പറയണം, എങ്ങനെ പറയണം, ഏത് രീതിയിൽ പറയണമെന്ന് എനിക്കറിയില്ല. എന്നാൽ രാത്രി കാലങ്ങളിൽ എന്നോട് സംസാരിച്ച വചനം ഈ ജനത്തിന് മുമ്പിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പാ വചനം എങ്ങനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയില്ലല്ലോ. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം. എന്നോട് സംസാരിച്ച ദൈവം ഇന്ന് രാത്രി കാലം ഇവിടെ സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പാ, ഈ വചനത്തിൽ നിന്നും എന്താണപ്പം നീ പറയുവാൻ ഉദ്ദേശിക്കുന്നത്? അത് ഈ ജനത്തോട് സംസാരിക്കുമപ്പാ. ഞാൻ ഈ വചനം പറഞ്ഞു കഴിയുമ്പോൾ ഈ വചനം പ്രയോജനപ്പെട്ടതായി മാറുവാൻ, ആമേ, ഹൃദയത്തിലൊരു സന്തോഷമായി മാറുവാൻ ഇടവരുത്തട്ടെ അപ്പ. ഈ ഭവനം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുമല്ലോ അപ്പ. ഈ ഭവനത്തിൽ ഇന്നൊരു അനുഗ്രഹമായി മാറട്ടെ ഈ വചനം അപ്പ. ഈ കഴുതയായ എന്നെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അപ്പ. എന്നെ എടുത്ത് ബലപ്പെടുത്തും അപ്പ. എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല അപ്പ. എനിക്കൊന്നു മാത്രം അറിയാം. നിൻ്റെ നാമത്തിൽ ഞാൻ ഇവിടെ വന്നിരിക്കുന്നു അപ്പ. നിൻ്റെ നാമത്തിൽ ഞാൻ ഈ വചനം എടുത്തിരിക്കുന്നു. എന്നാൽ എൻ്റെ നാവിനെ നീ അങ്ങ് തൊടും അപ്പ. അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ തരുന്നു അപ്പ. അങ്ങ് എന്ത് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അത് എന്നിൽ കൂടെ സംസാരിക്കുവാൻ പോകുന്നതെന്ന് നന്ദി അപ്പ. എൻ്റെ മനുഷ്യശക്തി ഒരു വാക്ക് പോലും ഞാൻ ഇവിടെ പറയരുതപ്പ. എൻ്റെ സ്വയബോധത്തിൽ ഞാൻ ഒരു വാക്ക് പോലും ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല അപ്പ. എന്നാൽ അങ്ങ് ഇവിടെ വന്നു നിന്നാൽ എന്ത് പറയുമോ അത് എന്നിൽ കൂടെ പറയുവാൻ പോകുന്നതിനെ നന്ദി അപ്പ. അമ്മയെ കേൾക്കുന്നവൻ ഈ വചനം കേട്ടനുസരിച്ച് നടക്കുവാനിട വരുത്തട്ടെ അപ്പ. അവരുടെ ഹൃദയങ്ങൾ തുറക്കുവാനിട വരുത്തട്ടെ അപ്പ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ വചനം തരുന്നു. പ്രാർത്ഥന കേട്ട സ്വർഗ്ഗസ്നായ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. നിങ്ങൾ എല്ലാവരും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ ദൈവത്തോട് ചോദിച്ചില്ലെങ്കിൽ എൻ്റെ വായിൽ നിന്ന് ഒന്നും വരില്ല. ഹല്ലേലൂയ. ഞാൻ എന്തെങ്കിലും കാണാതെ പഠിച്ചിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ അത് മറന്നു പോകും. എന്നാൽ ദൈവമേ എന്നോട് സംസാരിക്കണമെന്ന് ഇന്ന് രാത്രികാലം നിങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ദൈവം സംസാരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നമ്മളെല്ലാവരും വിശ്വാസികളാണ്. നമുക്കെല്ലാവർക്കും ആമേൻ ഈ വചനം നല്ലവണ്ണം അറിയാമെന്നുള്ളതാണ് അല്ലേ. നമ്മളെല്ലാവരും വിശ്വാസത്തിൽ വരുമ്പോൾ നമ്മൾ ആദ്യം വായിക്കാറുള്ളത് മത്തായി, മാർക്ക്, ലൂക്കോസ്. ഇതൊക്കെ നമ്മൾ എപ്പോഴും വായിക്കാറുണ്ട്. പിന്നെ അങ്ങോട്ട് അധികം വായിക്കാൻ പോകാറില്ല. കാരണം അധികം മനസ്സിലാകാത്തതുകൊണ്ട് നമ്മൾ പോകാറില്ല. അപ്പോൾ ഈ വചനം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ആമേൻ. ഈ വചനത്തിലുള്ള ആമേൻ വ്യക്തിയെ നമുക്ക് നല്ലവണ്ണം അറിയാം. ആമേൻ. ദൈവം 2 ശിഷ്യന്മാരെ അയക്കുന്നു. ആമേൻ. ഒരു കഴുത കൊണ്ടുവരുവാൻ വേണ്ടി. ഹല്ലേലൂയ. ആമേൻ. കഴുതയെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ കാണുവാൻ പറ്റില്ല. എന്നാൽ പഴയ കാലഘട്ടങ്ങളിൽ എല്ലാവരുടെ വീടുകളിലും കഴുതയുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നത് അവൻ വാഹനങ്ങൾ അല്ലേ. ബൈക്ക്, കാറ്, സ്കൂട്ടർ, എങ്ങനെ പറഞ്ഞാൽ ഒരുപാട് വാഹനങ്ങൾ നമ്മളെല്ലാവരുടെ വീടുകളിലുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ഈ കഴുത ഉപയോഗിച്ചിരുന്നത് യാത്ര ചെയ്യുവാനും അതുപോലെ തന്നെ സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് കൊണ്ടുപോകാനും വേണ്ടിയാണ് പഴയ കാലഘട്ടങ്ങളിൽ കഴുത ഉപയോഗിച്ചിരുന്നത്. അന്ന് ഓരോരുത്തരുടെയും വീടുകളിൽ കഴുതയുണ്ടായിരുന്നു. നമുക്കിന്ന് ഈ കഴുതയെ കാണണമെങ്കിൽ നമുക്ക് മ്യൂസിയത്തിൽ പോയിട്ട് വരും. കാശ് കൊടുത്ത് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കഴുതയെ കാണാൻ പറ്റും. ഹല്ലേലൂയ. കഴിഞ്ഞ 2014 ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അല്ലേ. മ്യൂസിയത്തിൽ ഞങ്ങൾ പോയി. അത് ഞാനും ആദ്യമായിട്ട് അവിടെ പോയിട്ട് ഒരുപാട് മൃഗങ്ങളെ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ട്രിവാൻഡ്രത്ത് പോയാൽ മതി, കാണാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോൾ ഓർക്കണമേ, കഴുതയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ കുറച്ച് കാര്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. അപ്പോൾ നോക്കണമേ, പഴയ കാലഘട്ടങ്ങളിൽ കഴുത എല്ലാ വീടുകളിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ കഴുതയുടെ അവസ്ഥ കെട്ടപ്പെട്ട ഒരു അവസ്ഥയാണ്. അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ കഴുതയുടെ മുൻകാല ജീവിതം ഒന്ന് നോക്കിയിട്ട് വരാം. ഹല്ലേലൂയ, ആമേൻ. ഈ കഴുതയുടെ മുൻകാല ജീവിതം നോക്കുകയാണെങ്കിൽ നമുക്കൊന്നൊരു വചനം കൂടി വായിച്ചിട്ട് ആ കഴുതയുടെ അവസ്ഥയെ നോക്കാം. വായിക്കാം. ലേവ്യർ 11:27 ഒന്ന് വായിക്കാവോ? 11:27. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ 11. അല്ലല്ല, ലേവ്യർ 11:27. 4 காலம் நடக்கிற சகல ஜீவன்களிலும் தங்கள் உள்ளங்கால்களை ஊன்றி நடக்கிற யாவும் உங்களுக்கு அசுத்தமா இருப்பதாக அவைகளை தொடுகிறவன் எவனும் சாயங்காலம் மட்டும் தீட்டுப்பட்டிருப்பான். മതി. ഓർക്കണമേ,
പഴയ കാലഘട്ടത്തിൽ ആമേൻ എല്ലാ വീടുകളിലും കഴുതയുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു. ആമേൻ. എന്നാൽ അവിടെ ഒരു നിയമം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കഴുതയുടെ ചാണകം, ആമേൻ, തമിഴിൽ എന്താണെന്നാ പറയുന്നത്? ചാണി. ആമേൻ. മലയാളത്തിൽ ചാണകം എന്ന് പറയുന്നു. അത് ആരെങ്കിലും ഒരുവൻ ചവിട്ടിയാൽ അവൻ രാവിലെ മുതൽ സന്ധ്യ വരെ അശുദ്ധനായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എങ്ങാനും ആരെങ്കിലും അതിൽ ചവിട്ടിയാൽ അവനെ അന്ന് ദിവസം മുഴുവനും ലോകം വിളിക്കുന്നത് അശുദ്ധനെന്ന്. ആമേൻ. നിന്നെ നോക്കി ലോകം വിളിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. എന്നെ നോക്കി ലോകം വിളിച്ചിട്ടുണ്ട്. ആമേൻ. നിങ്ങളിങ്ങനെ കേട്ടിട്ടില്ലേ? ഉറക്കം എണീക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും കാണുമ്പോൾ അവൻ കൊള്ളാത്തവനാണെങ്കിൽ നമ്മൾ പറയാറില്ലേ, ഇന്നത്തെ ദിവസം പോയി, ഓ ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് എന്ത് ചെയ്താലും ഇന്ന് പോക്കാം. കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് പറയാറില്ലേ, ഇവനെ ഇവിടെ കയറ്റിയാൽ ആമേൻ നമ്മുടെ കുടുംബം പോകാറുണ്ട്. ആമേൻ. കുടുംബത്തിൽ ഒരു നന്മയും കിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? ആമേൻ. ചില വീടുകളിൽ വന്ന് കയറുന്നവരെ നോക്കി പറയാറില്ലേ, ഇവളെന്ന് ഈ വീട്ടിൽ കാലടി വെച്ചോ അന്ന് മുതൽ ഈ കുടുംബം തൊലയാൻ തുടങ്ങിയെന്ന് കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. ചിലർ പറയല്ലേ, എന്ന് ഇങ്ങനെ ഞാൻ കെട്ടിയോ അന്ന് മുതൽ എൻ്റെ ജീവിതം തൊലഞ്ഞു പറഞ്ഞിട്ടില്ലേ? ആമേൻ. ഹല്ലേലൂയ. ചില അമ്മായിയമ്മമാർ പറയില്ലേ, എന്ന് കാലടി വെച്ച് കയറി വന്നോ അന്ന് മുതൽ ഈ കുടുംബത്തിന് ഒരു എഴുന്നേറ്റവുമില്ല. ഹല്ലേലൂയ. ഇതേ ഒരു അവസ്ഥയായിരുന്നു ഈ കഴുതയ്ക്കും. ആമേൻ. ഈ കഴുതയുടെ പിണം ചവിട്ടിയാൽ, ആമേൻ, ചാണകം ചവിട്ടിയാൽ ലോകം പറയുമായിരുന്നു, ഓ അശുദ്ധൻ, ഓ കൊള്ളില്ല. ഇന്ന് രാത്രികാലം നിന്നെ നോക്കി ആമേൻ ലോകം പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഓ യവനെ ആമേൻ കുടുംബത്തിൽ കയറ്റിയാൽ, ഓ യവനെ കണ്ടാൽ എൻ്റെ ദിവസം പോക്ക, ആമേൻ എൻ്റെ നാട് പോക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ ഇന്ന് രാത്രികാലം എൻ്റെ ദൈവം പറയുന്നുണ്ട്, ദൈവം ശുദ്ധി എന്ന് വിളിച്ചതിനെ ആ അശുദ്ധി എന്ന് പറയോ? ആമേൻ. ഇന്ന് രാത്രികാലം ആമേൻ സ്തോത്ര ഹല്ലേലൂയ. അങ്ങനെ നിങ്ങളെ ആരെങ്കിലും നോക്കി ആമേൻ നിന്നെ കൊള്ളില്ല, നിന്നെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ല, നിന്നെ നല്ലൊരു വിരുന്നിശാലയിൽ കയറ്റാൻ കൊള്ളില്ല, നല്ലൊരു പ്രോഗ്രാം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട്ടിൽ വിശേഷ ദിവസം നടക്കുമ്പോൾ നിന്നെ കയറ്റാൻ കൊള്ളില്ലെന്നും ആരെങ്കിലും നിന്റെ കാത് കേൾക്കൽ പറയണമെങ്കിൽ ആമേൻ നീ ഒന്ന് മാത്രം ചിന്തിച്ചോ, ഇന്ന് രാത്രികാലം ലോകത്തിന് നിന്നെ ആവശ്യമില്ലെങ്കിൽ എൻ്റെ യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകം നിന്നെ തള്ളിക്കളയാം, ലോകം നിന്നെ അശുദ്ധനെന്ന് വിളിക്കാം, ലോകം നിന്നെ കയറ്റാൻ കൊള്ളാത്തവനെന്ന് വിളിക്കാം, ലോകം നിന്നെ അടുത്ത് നിർത്താത്തവനെന്ന് പറയാം. എന്നാൽ നീ ഭയപ്പെടണ്ട. ഇന്ന് രാത്രികാലം നിന്നെ ലോകമല്ല തിരഞ്ഞെടുത്തത്, എൻ്റെ ദൈവമാ. ഇന്ന് രാത്രികാലം എൻ്റെ ദൈവം നിന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് നീ ഒന്നിനും ഭയപ്പെടണ്ട. അവൻ നിന്നെ എപ്പോഴും കാക്കുന്ന ഒരു പറവ് പോലെ നിന്റെ അടുക്കൽ വരുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓർക്കണമേ, ഈ കഴുത ആമേൻ അശുദ്ധനെന്ന് ലോകം വിളിക്കുന്ന കഴുത. ആമേൻ. ആരെങ്കിലും എങ്ങാനും ആമേൻ ഇത് ചാണകത്തിൽ ചവിട്ടിയാൽ അശുദ്ധനെന്ന് വിളിച്ച് കളിയാക്കുന്ന ഒരു കഴുത. ആമേൻ. ആ അവസ്ഥയിൽ കൂടി നീ കടന്നു പോകണമെങ്കിൽ ഓക്കെ, നീ ഭയപ്പെടേണ്ട. ആമേൻ. നീ ഇന്ന് കറക്റ്റ് ട്രാക്കിലാണ് പോകുന്നത്. ലോകം നിന്നെ കളിയാക്കുകയാണെങ്കിൽ, ലോകം നിന്നെ ഒതുക്കി വെക്കുകയാണെങ്കിൽ, ലോകം നിന്നെ നിന്നാ പാത്രമായിട്ട് കാണുന്നെങ്കിൽ നീ ഭയപ്പെടേണ്ട. ഇന്ന് നീ നിന്നോട് കൂടെ ദൈവമുണ്ടെന്ന് മറക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോർക്കണമേ. ആമേൻ സ്തോത്ര ഹല്ലേലൂയ. കഴുത ആമേൻ കെട്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ എൻ്റെ മുൻകാല ജീവിതം നോക്കുകയാണെങ്കിൽ ആമേൻ തൊട്ടാൽ അശുദ്ധമെന്ന് ലോകം വിളിക്കുന്ന കഴുത. എന്നാൽ അവനെ എൻ്റെ യേശുവിന് ആവശ്യമുണ്ട്. അതുമാത്രമാണോ ഈ കഴുതയുടെ അവസ്ഥ? അല്ല. ഞാൻ വായിച്ചപ്പോൾ ദയനീയമായ അവസ്ഥകൾ പിന്നിൽ കിടപ്പുണ്ട്. ആമേൻ. വായിക്കാം, ആ ഒരു വചനം കൂടി വായിക്കാം. പുറപ്പാട് 23:12 വായിക്കാം. കൂട്ടുകാരെ, പുറപ്പാട് 23:12. 6 நாள் உன் வேலையை செய்து 7ஆம் நாளில் உன் மாடும் உன் கழுதையும் இளைப்பாறவும் உன் அடிமை பெண்ணின் பிள்ளையும் അന്യനും ഇളയപ്പാറവും ഓയ്തിരിപ്പയാക. മതി. ഓർക്കണമേ, ഇനി ആരും ബൈബിൾ നോക്കണ്ട, നോക്കിയിട്ടും കാര്യമില്ല, എന്നെ നോക്കിക്കൊള്ളൂ. ആമേൻ. ഇവിടെ വചനം പറയുന്നുണ്ട് 6 ദിവസം ഈ കഴുതയ്ക്ക് എന്താ ജോലിയാണ്, എന്നാൽ ഒരു ദിവസം ആമേൻ ട്രസ്റ്റ് ഉണ്ട്. ആമേൻ. 6 ദിവസം അധ്വാനമാണ്. ആമേൻ. ആ യജമാനന് വേണ്ടി രാവും പകലും കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെയല്ലേ? രാവിലെ 9 മണിക്ക് ഇറങ്ങിത്തിരിക്കും, രാവിലെ 8 മണിക്ക് ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട്, 7 മണിക്ക് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്, ലഞ്ചിൽ ആഹാരമായി ഇറങ്ങിത്തിരിക്കും, സൂര്യാസ്തമിക്കുമ്പോൾ വീട്ടിൽ കയറി വരും. അധ്വാനം, കഷ്ടപ്പാട്, എന്നാൽ ഒരു പ്രയോജനമില്ല. ആമേൻ. എത്ര കഷ്ടപ്പെട്ടിട്ടും എത്ര പാടുപെട്ടിട്ടും ആമേൻ ഒരു പ്രയോജനമില്ല. ആമേൻ. നിന്നയും പരിഹാസവും മാത്രം. 6 ദിവസം ജോലി ചെയ്യുന്നുണ്ട് ആ യജമാനന് വേണ്ടി, എന്നാൽ തനിക്ക് കിട്ടുന്നതോ പരിഹാസവും നിന്നയും മാത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മളും അങ്ങനെയല്ലേ? രാവിലെ ഇറങ്ങിത്തിരിക്കും, ലോകത്തിന് വേണ്ടി ആമേൻ അധ്വാനിക്കാൻ ഇറങ്ങിത്തിരിക്കും,
എത്ര ചെയ്തിട്ടും ചിലർക്ക് ചെയ്തിടാൻ വരില്ല അല്ലേ? ചില ഭർത്താക്കന്മാരെ നോക്കി ഭാര്യമാർ പറയാറുണ്ട്, ആമേ ഒരു നുള്ള ഉപ്പിന് പോലും പ്രയോജനമില്ലെന്ന് പറയാറുണ്ട്. കേട്ടിട്ടില്ലേ? ആമേ ഒരു കാലത്ത് എൻ്റെ അമ്മ പറയുമായിരുന്നു, ആമേൻ അച്ഛനോട് അങ്ങനെ പറഞ്ഞു, ഒരിച്ചിരി ഉപ്പിന് പോലും നിങ്ങൾ പ്രയോജനമില്ലെന്ന്. അന്ന് അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ആമേൻ ഒരു ചാക്ക് ഉപ്പ് മേടിച്ചിട്ട് വന്നെന്ന് പറഞ്ഞു. അറിയില്ല, പറഞ്ഞു. ആമേൻ ഓർക്കണമേ, ഇന്ന് നീ എത്ര കഷ്ടപ്പെട്ടിട്ടോ ഒരു പ്രയോജനമില്ലെന്ന് നിൻ്റെ കുടുംബം പറയാം, മക്കൾ പറയാം, വീട്ടുകാർ പറയാം, നാട്ടുകാർ പറയാം. ആമേൻ. എന്നാൽ നീ ഭയപ്പെടണ്ട. നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മറക്കരുത്. വചനം ഇങ്ങനെ പറയുന്നു, എൻ്റെ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു, അവൻ സകല ഭൂവാസികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നീ വിചാരിക്കാം, നിൻ്റെ ഈ അധ്വാനം നിൻ്റെ പിള്ളേർ കാണുന്നില്ല, നിൻ്റെ മക്കൾ കാണുന്നില്ല, നിൻ്റെ വീട്ടുകാർ കാണുന്നില്ല, ഭാര്യയെ കാണുന്നില്ല, ഭർത്താവ് കാണുന്നില്ല. എന്നാൽ ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നീ ദൈവത്തിൻ്റെ മകളാണോ, വിളിച്ചു വേർതിരിക്കപ്പെട്ട വ്യക്തിയാണോ, ഇന്ന് നീ അനുഭവിക്കുന്ന ഓരോ കഷ്ടവും ഓരോ വേദനയും നീ രാത്രികാലങ്ങളിൽ വീട്ടിൻ്റെ അറയുള്ളിൽ നിന്ന് കരയുന്നത് ചിലപ്പോൾ ലോകം കാണുന്നില്ലായിരിക്കാം. എന്നാൽ ഞാനിന്ന് ഉറപ്പിച്ചു പറയുന്നു, ഇതെല്ലാം കാണുന്ന ഒരുവനുണ്ടെന്ന് നീ മറക്കരുത്. ഹല്ലേലൂയ. ഇത് രാത്രികാലം ആമേൻ ആരും അറിയാതെ നീ കരയുന്നുണ്ടായിരിക്കാം, ആരും അറിയാതെ നീ നെടുവീർപ്പുണ്ടായിരിക്കാം. ആമേൻ. എന്നാൽ നീ ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി, ഇതെല്ലാം രഹസ്യത്തിൽ കാണുന്നൊരു ദൈവമുണ്ടെന്ന് നീ മറക്കരുത്. ഹല്ലേലൂയ. 6 ദിവസവും അധ്വാനിക്കുന്നുണ്ട്, ഒരു ദിവസം മാത്രമാണ് ഇതിനൊന്ന് വിശ്രമം. ആമേൻ. ആ ഒരു ദിവസം ഈ കഴുത വിശ്രമിക്കുന്ന സമയത്ത് എങ്ങാനും ആരെങ്കിലും ആ ചാണകത്തിൽ ചവിട്ടിയാൽ അന്നത്തെ ദിവസം അവന് പോക്കാം. ചുരുക്കം പറഞ്ഞാൽ ജനിച്ചത് തന്നെ കഷ്ടപ്പാടും നിന്നെയും പരിഹാസമേറ്റുകൊണ്ടാണ്. അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ ആരെങ്കിലും കടന്നു പോവുകയാണെങ്കിൽ നീ ഇന്ന് ഭയപ്പെടേണ്ട. ഇന്ന് രാത്രികാലം ആമേൻ നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്ന് അനുഭവിക്കുന്നവരെ, പരിഹാസികളെ അനുഭവിക്കുന്നവരെ, കഷ്ടം അനുഭവിക്കുന്നവരെ, ഇന്ന് രാത്രികാലം നീ ഭയപ്പെടേണ്ട. ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് രാത്രി എൻ്റെ യേശുവിനെ നിനക്ക് ആവശ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം നിന്നെ മാറ്റിവെക്കട്ടെ, ലോകജനം നിന്നെ മാറ്റിവെക്കട്ടെ, പേടിക്കണ്ട. ഇന്ന് യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. വീട്ടുകാർക്ക് ചിലപ്പോൾ നിന്നെ ആവശ്യം കാണില്ല, തൊട്ടടുത്തുള്ളവർക്ക് നിന്നെ ആവശ്യം കാണില്ല, എന്നാൽ എൻ്റെ യേശുവിന് നിന്നെ ആവശ്യമുണ്ടെന്നേ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എൻ്റെ യേശുവിന് നിന്നെ ആവശ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രികാലം ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഓർക്കണമേ, 6 ദിവസവും കഷ്ടപ്പാട്, 7 ദിവസവും നിന്നെയും പരിഹാസം, ഇതെല്ലാം അനുഭവിക്കുന്ന ഒരു കഴുതയുടെ ജീവിതം. ഈ ജീവിതത്തിൽ കൂടെ നിങ്ങൾ ആരെങ്കിലും രാത്രികാലം കടന്നു പോവുകയാണെങ്കിൽ ഭയപ്പെടേണ്ട, എൻ്റെ യേശുവുണ്ട്. ഹല്ലേലൂയ. ഞാനത് മാത്രമല്ല, ഈ കഴുതയെക്കുറിച്ച് പഠിച്ചപ്പോൾ അതിന് താഴോട്ട് വന്നപ്പോൾ ആമേൻ വീണ്ടും ഞെട്ടിക്കുന്ന ഒരു സംഭവം കണ്ടു. ഈ കഴുതയെ ആമേൻ ജനനം മുതൽ ജനിക്കുമ്പോൾ തന്നെ മരിക്കുവാനുള്ള ചാൻസുമായിട്ട് ജനിക്കുന്ന ഒരു ജീവിയാണ് ഈ കഴുത. നിങ്ങൾ കേട്ടിട്ടില്ലേ? ചില ഹോസ്പിറ്റലിൽ നമ്മൾ ചെക്കപ്പിന് പോകുമ്പോൾ പറയും, ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ ചിലപ്പോൾ മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്, കാരണം ഇതിൻ്റെ പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല, ചില കോംപ്ലിക്കേഷൻ ഉണ്ട്, മരിച്ചു പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറയാറില്ല, കേട്ടിട്ടില്ലേ? അതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഈ കഴുതയ്ക്ക്. വചനം ഇങ്ങനെ പറയുന്നുണ്ട്, ഈ കഴുത ജനിക്കുമ്പോൾ ചിലപ്പോൾ മരിക്കുവാൻ വരെ ചാൻസ് ഉണ്ട്. ആണോ? തീർച്ചയായിട്ടും. മരിച്ചില്ലെങ്കിൽ ആമേൻ ജനം കൊല്ലുവാൻ ആമേൻ അന്ന് പ്രമാണമുണ്ടായിരുന്നു. ആ വചനം കൂടെ വായിക്കാം. പുറപ്പാട് 13:13. മത്തായി പുറപ്പാട് 13:13. ஒரு ஆட்டுக்குட்டியால் மீட்டுக் கொள்வாயாக, மீட்காவிட்டால் அதன் கழுத்தை முறித்து போடு, உன் பிள்ளைகளின் முதல் பெயரான സകല നരജീവനെയും மீட்டுக் கொள்வாயாக. മതി, കേട്ടായിരിക്കുമല്ലോ ഈ വചനം. എന്താ ഇവിടെ പറയുന്നത്? ആമേൻ. ഒരു യജമാൻ്റെ വീട്ടിൽ ഒരു കഴുത ജനിച്ചാൽ ആമേൻ ആ കഴുത ജീവിച്ചിരിക്കണമെങ്കിൽ ഒരു ആട്ടുകുട്ടിയുടെ രക്തം കൊണ്ട് ശുദ്ധീകരിക്കണം. കടിഞ്ഞൂൽ എന്ന് വെച്ചാൽ ആദ്യം ജനിക്കുന്ന എല്ലാം ആ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് കൊടുക്കണമായിരുന്നു. ഇന്ന് പ്രമാണം അങ്ങനെയായിരുന്നു. ഒരു വീട്ടിൽ ആദ്യം ഉണ്ടാകുന്ന എന്തും, അത് പഴങ്ങളാവാം, പച്ചക്കറികളാവാം, ജനിക്കുന്ന ആട്, മാട്, എന്തായാലും അത് ദൈവത്തിന് നൽകണമെന്നാണ്. എന്നാൽ ആദ്യം ജനിക്കുന്ന ഈ കഴുതയെ ഒരിക്കലും ദൈവത്തിന് നൽകാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം കഴുത അശുദ്ധിയായിട്ട് കണ്ടിരുന്നു. അത് ശുദ്ധമില്ലാത്തൊരു ജീവിയാണ്, ഒരിക്കലും അതിനെ ദൈവത്തിന് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുക്കണമെങ്കിൽ ഒരു ആട്ടുകുട്ടിയുടെ രക്തം ആ കഴുതയുടെ മേൽ ചുമത്തണമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ വന്നിരിക്കുന്നവരോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ ജനിച്ചപ്പോൾ തന്നെ ആമേൻ മരിക്കേണ്ട നീയും ഞാനും എന്തുകൊണ്ട് ജീവിച്ചിരിക്കണമെന്നറിയാവോ?
എൻ്റെ യേശുവിൻ്റെ രക്തം നിൻ്റെയും എൻ്റെയും തലമേലിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ജനിച്ചപ്പോഴേ നീയും ഞാനും കൺമറഞ്ഞ് പോകേണ്ടതായിരുന്നു. മരിക്കാത്തത് എന്തുകൊണ്ടെന്നറിയാമോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗോൽഗോഥ മലയിൽ ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഒരു പാവവുമില്ലാത്തവൻ, ഒരു കളങ്കമില്ലാത്തവൻ. അവൻ അന്ന് മൗനമായി നിന്ന് മരണം ഏറ്റുകൊണ്ടത് എന്തെന്നറിയാവോ? ഇന്ന് നീ പാവം ചെയ്ത് മരിക്കണമെന്ന് പ്രമാണം ഉണ്ടായിട്ടും ഇന്ന് നീ മരിക്കാതെ ജീവനോടെ ഇരിക്കുന്നത് അന്ന് നിനക്ക് വേണ്ടി അവൻ മരിച്ചതുകൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ രക്തം ഇന്ന് നിൻ്റെയും എൻ്റെയും തലമേലിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നീയും ഞാനും മരിക്കാതെ നിൽക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ കേട്ടിട്ടില്ലേ, ചിലർ പറയാറുണ്ട്, ആമേൻ, നോക്കടാ, കുത്തട, വെട്ടട, പിടിക്കട എന്ന് പറയാറില്ലേ? എന്നെ തോൽപ്പിക്കാൻ ആരെ കൊണ്ട് കഴിയും? ആമേൻ. ഇന്ന് നീയും ഞാനും ജീവിച്ചിരിക്കുന്നത് നമ്മുടെ മിടുക്ക് കൊണ്ടല്ലെന്നേ, ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. വചനം ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു മനുഷ്യൻ രാവിലെ അവൻ പൂക്കുന്ന ചെടി പോലെയാണ്. രാവിലെ പൂക്കുന്നു, വൈകുന്നേരം വാടിപ്പോകുന്നു. ഇത്രയേ ഉള്ളൂ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു മനുഷ്യൻ. എന്നാൽ നീയും ഞാനും ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് സ്വന്തം കഴിവോ സ്വന്തം ബുദ്ധിയോ കൊണ്ടല്ല, ദൈവം നിന്നെ ദൂതന്മാരെ വിട്ട് പരിപാലിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നമുക്ക് ദേഷ്യം വേണ്ടെന്നേ, ചുറ്റുപറ്റുള്ളവരോട് വൈരാഗ്യം വേണ്ട, ബന്ധുക്കളോട് പിണക്കം വേണ്ട. നമ്മൾ ഒന്നുമില്ലെന്ന്, നമ്മൾ സീറോയാ. ആമേൻ. നമ്മൾ ഈ വലിക്കുന്ന ശ്വാസം ഒന്ന് നിലച്ചാൽ തീരാന്നുള്ളതേ ഉള്ളൂ നമ്മുടെ ഈ അഹങ്കാരവും അഹംഭാവവും എല്ലാം. ആമേൻ. ഞാൻ ചില ദിവസങ്ങൾ മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ വെച്ച് ഒരു വ്യക്തി തലയിൽ കെട്ടുമായിട്ട് വരികയായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ നല്ല സൈസും നല്ല ബലവും ഉണ്ടായിരുന്നു. തലയിൽ മുറിവുണ്ട്, തലയിൽ കെട്ടുമായി ഹോസ്പിറ്റലിൽ വന്നു. ഡോക്ടറിനോട് പറഞ്ഞു, എൻ്റെ തല മുറിഞ്ഞിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ചെറിയ ആഴമേറിയ മുറിവാണ്, ഓക്കെ, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം, ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ആരുമില്ല, ഞാൻ വീട്ടിൽ പ്രശ്നമുണ്ടാക്കി, എൻ്റെ ഭാര്യയുടെ ബ്രദർ ചുറ്റിയേണ്ടത് എൻ്റെ തലക്കടിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ, ഡോക്ടർ പറഞ്ഞു, ഓക്കെ, ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. നേരെ വന്നു, ട്രീറ്റ്മെൻറ്റ് എടുത്തു. അങ്ങനെ പുള്ളിക്കാരനെ അവിടെ നിന്ന് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചു. ഞങ്ങളെ 108 ആംബുലൻസ് ഗവൺമെൻറ്റിൻ്റെയാണ്, ഫ്രീ സർവീസാണ്. അതുകൊണ്ട് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ അവിടെ പോയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, പുള്ളിക്കാരന് 32 വയസ്സുണ്ട്, വീട്ടുകാരാരുമില്ല, ഇപ്പം ബോധമുണ്ട്, കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ശരി, ഞാൻ എത്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡ്രൈവറിനോട് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ സ്ട്രെച്ചറിൽ കയറ്റി കിടത്തി. അപ്പം ഞാൻ ചോദിച്ചു, വീട്ടിലുകാരെ ആരെങ്കിലും വിളിക്കണോ? പറഞ്ഞു, വേണ്ട, എനിക്ക് ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്ത് വന്നോളാം. അപ്പം ഞാൻ പറഞ്ഞു, ബ്ലീഡിങ് വരുന്നുണ്ട്, ഇപ്പം ട്രിപ്പ് പോകുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഓർമ്മ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്, വേണമെങ്കിൽ വീട്ടുകാരെ വിളിക്കാം, അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ വീട്ടുകാരെ ആരെങ്കിലും നമുക്ക് കയറ്റിക്കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോകാമെന്ന് പറഞ്ഞു. എനിക്ക് ആരുടെ ആവശ്യമില്ല, ഞാൻ മെഡിക്കൽ കോളേജിൽ പോയിട്ട് സ്റ്റിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. വാഹനത്തിൽ കയറ്റി യാത്ര പുറപ്പെട്ടു. കുറച്ച് ദൂരം ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും തലകറക്കം, അതുപോലെ തന്നെ കണ്ണിൽ ഇരട്ട് കയറുക, എന്തെങ്കിലും വരികയാണെങ്കിൽ എന്നോട് പറയണം, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എനിക്ക് വണ്ടിയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാനെന്ന് പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു. എനിക്കറിയാം, ആമേൻ, ഇത് കയ്യിൽ നിന്ന് പോകുന്ന കേസാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമ്മളെ തലേന്ന് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മയക്കും ക്ഷീണമൊക്കെ വരാം. കുറച്ച് നേരം കഴിഞ്ഞ് പുള്ളിക്കാരൻ്റെ കണ്ണിൽ ഇരട്ടി കയറാൻ തുടങ്ങി. തൻ്റെ മുഖത്ത് ഞാൻ ഭയം കാണാൻ തുടങ്ങി. അത് വെറും ഭയമല്ല, മരണഭയം ഞാൻ കാണാൻ തുടങ്ങി. ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞ ആളാണ്, ഇപ്പോൾ പേടിക്കാൻ തുടങ്ങി. എന്നോട് പറയുകയാണ്, അതെ, ഞാൻ ഫോണ് തരാം, എൻ്റെ ഭാര്യയും കൊച്ചിനെയും ഒന്ന് വിളിച്ചെനിക്ക് തരാമോ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ തരാം. ഞാൻ ഫോണെടുത്ത് ഭാര്യയെ വിളിച്ചു. ഇതുപോലെ നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, കഴിയുമെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ വരാം, അവിടെ വന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, എനിക്ക് അയാളെ കാണണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ കുഴപ്പമില്ല, മകനോട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്, മകൻ്റെ അടുത്ത് ഫോൺ കൊടുക്കാമെന്ന് ചോദിച്ചു. മകനും സംസാരിക്കാൻ താല്പര്യമില്ല. ആമേൻ. അതുവരെ ഒറ്റയ്ക്ക് എന്നെക്കൊണ്ടെല്ലാം സാധിക്കുമെന്ന് പറഞ്ഞവൻ ഈ വാക്ക് കേട്ടവൻ തകരാൻ തുടങ്ങി. ആമേൻ. അയാളുടെ കണ്ണിൽ നിന്നും കണ്ണീര് വരാൻ തുടങ്ങി. ആമേൻ. എന്നോട് ഒരു വാക്ക് ദയനീയ സ്വരത്തിൽ പറഞ്ഞു, എന്നെ മരണത്തിന് വിട്ടുകൊടുക്കരുത്. ഞാൻ പറഞ്ഞു, ശ്രമിക്കാം, എൻ്റെ കയ്യിലൊന്നുമില്ല. ആമേൻ. മെഡിക്കൽ കോളേജ് എത്തുന്നവരെ നിങ്ങളുടെ ജീവൻ എങ്ങനെയും ഞാൻ പിടിച്ചു നിർത്താൻ നോക്കാം, അതിനുശേഷമുള്ളത് എനിക്കറിയില്ല, എന്നാലും പേടിക്കേണ്ട, ഞാൻ കൂടെയുണ്ടെന്ന് പറഞ്ഞു. ആമേൻ. അയാൾ കരയുകയാണ്. ഒരു കാലത്ത് ഞാൻ ഒറ്റയ്ക്കെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു, എന്നാൽ ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഞാൻ അയാളുടെ അടുത്ത് ഇരിക്കുകയായിരുന്നു, അയാൾ കടക്കുകയായിരുന്നു, ഞാൻ അടുത്തിരിക്കുകയായിരുന്നു. അയാളുടെ കൈ എൻ്റെ കാലിൽ പിടിച്ചിട്ട് പറയുന്നു, എന്നെ മരണത്തിന് വിട്ടുകൊടുക്കരുതേ. ആമേൻ. ഇത്രയേ ഉള്ളൂ. ആമേൻ. രക്ഷപ്പെട്ടു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചേർത്തു. ആമേൻ. ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, രക്ഷപ്പെട്ടു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവൻ. ആമേൻ. നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ മിടുക്കാണ്, നമ്മളെ കഴിവാണ്. ഒന്നുമല്ലെന്നേ. ആമേൻ. ഒന്ന് കാല് തെറ്റിയാൽ തീരാമെന്നുള്ളത്. ആമേൻ. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഡ്യൂട്ടിയിലായിരുന്നപ്പോൾ 2 കുട്ടികൾ ദൂരദേശത്തുനിന്ന് ട്രിവാൻഡ്രത്ത് ഒരു കടയിൽ ഒരു മാർജിൻ ഫ്രീയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
11 മണി വരെ അവർ ജോലി ചെയ്തിട്ട് രാത്രി അവിടെ തുടങ്ങുന്നതിന് 10 മണി മുതൽ രാത്രി 11 മണി വരെ ജോലി ചെയ്തിട്ട് റോഡ് ക്രോസ് ചെയ്തപ്പോൾ ഒരു ബൈക്ക് വന്ന് തട്ടിയിട്ട് തെറിച്ച് റോട്ടിൽ വീണ്. ഞങ്ങളെ വിളിച്ചു പറഞ്ഞ് പോയപ്പോൾ അവനൊന്നും ഓർമ്മയില്ല. ഇടയ്ക്ക് ബോധം വന്നപ്പോൾ അമ്മ എന്ന് വിളിച്ച് കരയുകയാണ്. അത്രയൊക്കെ ഉള്ളൂന്നേ. നിന്നെയും എന്നെയും അവൻ്റെ കരത്തിൽ അവൻ താങ്ങി നടത്തുന്നത്. എന്നെ ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞ് പോകേണ്ടതാണെന്നറിയാവോ? പക്ഷെ നീയും ഞാനും ജീവിച്ചിരിക്കുന്നത് നിൻ്റെയും എൻ്റെയും മിടുക്കുകൊണ്ടല്ല. നമ്മൾ പറയുമല്ലോ, ബൈക്ക് ഞാൻ സ്പീഡായിട്ട് ഓടിച്ചു, എനിക്കൊന്നും സംഭവിച്ചില്ല, എൻ്റെ കഴിവാണെന്ന്. അല്ല, അവിടെ എല്ലാം ആപത്തും അനർത്ഥവും വന്നപ്പോൾ എൻ്റെ യേശു ദൂതന്മാരെ വിട്ട് കാത്തതാണ്. നീ നടന്നു പോയപ്പോൾ നിൻ്റെ മുമ്പിൽ കല്ലിരുന്നു, അത് നീ കണ്ടിട്ടും സ്തോത്രം തട്ടാത്തത് എന്തുകൊണ്ടെന്നറിയാവോ? ആ കല്ലിൽ നിന്ന് മാറ്റിയ ഒരു കരം നിൻ്റെ മേലും എൻ്റെ മേലും ഉണ്ടായതുകൊണ്ടാണ്. ഇന്ന് ലോകം നിനക്കെതിരെ നിൽക്കാം, ചുറ്റുപാടുകളിൽ നിനക്കെതിരെ നിൽക്കാം. നിനക്ക് എന്ത് കൂടത്ര മന്ത്രം ചെയ്താലും ഇന്ന് രാത്രികാലം ഞാൻ പറയാണ്, ഒന്നിനെ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രികാലം എൻ്റെ യേശുവിനെ നിനക്ക് ആവശ്യമുണ്ട്. എൻ്റെ യേശുവിനെ നിങ്ങളെ ആവശ്യമുണ്ട്. ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. മരണം നിങ്ങളെ തോൽപ്പിക്കില്ല. ഹല്ലേലൂയ. ഓർക്കണമേ, ഈ കഴുത ജനിച്ചാൽ അപ്പോൾ തന്നെ കൊന്നുകളയണമെന്നുള്ള പ്രമാണമുണ്ടായപ്പോൾ ഒരു രക്തം അതിനു വേണ്ടി സംസാരിച്ചു. ഇന്ന് രാത്രികാലം നിനക്കും എനിക്കും വേണ്ടി ഒരു രക്തം സംസാരിക്കുന്നുണ്ട്. പിതാവിൻ്റെ അടുത്ത് നിന്ന് പുത്രൻ പറയുന്നുണ്ട്, ഇപ്പോൾ നശിപ്പിക്കേണ്ട, ഇപ്പോൾ അവനെ ഒന്നും ചെയ്യേണ്ട, അവൻ 1 വർഷം കൂടി നിൽക്കട്ടെ, 1 വർഷം കൂടി നിൽക്കട്ടെ, അവൻ ബലം കായ്ക്കുന്നത് നോക്കാമെന്ന് പറയുന്നത് പോലെ ഇന്ന് രാത്രികാലം നീ ഇത്ര ചെയ്തിട്ടും അക്രമം ചെയ്തിട്ടും പാപം ചെയ്തിട്ടും ദൈവത്തിന് നശിപ്പിക്കാൻ അറിയാത്തതല്ല. ഒറ്റ സെക്കൻഡ് കൊണ്ട് നീ ഭൂമിയിൽ നിന്ന് മൺമറയത്തത് എന്തുകൊണ്ടെന്നറിയാവോ? അത്രമാത്രം അവൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. അതെനിക്ക് മനസ്സിലായ സ്നേഹത്തിൽ മനസ്സിലായ ശേഷം ഞാൻ അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പറഞ്ഞു, ഒരു യോഗ്യതയുമില്ലാത്തവനാണല്ലോ ഞാൻ. ഒരു കുലമഹിമയോ ഒന്നുമില്ലാത്തവൻ. കൂടെയുള്ളവർ പലരും ഈ ലോകത്തുനിന്ന് മൺമറഞ്ഞു പോയപ്പോൾ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒന്ന് മാത്രമാണ്, അവൻ എന്നെ അധികമായി സ്നേഹിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഭയപ്പെടണ്ട. നിനക്ക് ആരുമില്ലെങ്കിലും നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു രക്തം സ്വർഗത്തിലുണ്ട്. ആ രക്തം നിൻ്റെ തലമേലുണ്ട്. നീ പുറത്തിറങ്ങുമ്പോഴും നീ വൈകിട്ട് ഇറങ്ങുമ്പോഴും വീട്ടിൽ കയറുമ്പോഴും നിൻ്റെ രക്തം നിന്നോട് സംസാരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓർക്കണം ഈ കഴുതയുടെ അവസ്ഥ. ഈ 3 അവസ്ഥ. അശുദ്ധനാണ്, അധ്വാനമാണ്, ഒന്നും കൊള്ളത്തില്ല, മരണത്തിൻ്റെ വക്കിൽ നിന്ന് ഈ കഴുതയാണ്. എൻ്റെ യേശുവിന് ആവശ്യം. ഈ രാത്രികാലം ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരെ എൻ്റെ യേശുവിന് ആവശ്യമുണ്ട്. എന്തുകൊണ്ടെന്നറിയാമോ? ഹല്ലേലൂയ. യേശു യെരുശലേമിൽ പോകുവാൻ ഒരു കഴുതയെ ആവശ്യമാണ്. അവൻ്റെ യാത്ര പൂർത്തിയാക്കുവാൻ ഒരു കഴുത ആവശ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എൻ്റെ യേശുവിൻ്റെ യാത്ര പൂർത്തിയാകണമെങ്കിൽ ഇന്ന് നീയും ഞാനും ആവശ്യമാണ് എൻ്റെ യേശുവിന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എൻ്റെ യേശു നിന്നെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടെന്നറിയാവോ? ഒരു വാഗ്ദത്തം നിറവേറണം. യെശയ്യാ പ്രവചനം വായിക്കേണ്ട. യെശയ്യാവിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. എൻ്റെ യേശു കഴുതപ്പുറത്ത് കയറി വരുന്നുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പ്രവചനം. എൻ്റെ യേശു യെരുശലേമിൽ കഴുതപ്പുറത്ത് കയറുമെന്ന്. ഇന്ന് ഈ കഴുത കെട്ടപ്പെട്ട അവസ്ഥയാണെങ്കിലും 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ കഴുതയെക്കുറിച്ച് പ്രവചനം എഴുതിയിരുന്നു. ഹല്ലേലൂയ. ഈ കഴുതപ്പുറത്ത് എൻ്റെ യേശു കയറുമെന്ന്. ഓർക്കണമേ, ഇന്ന് ഈ കഴുത കെട്ടപ്പെട്ടിരിക്കുന്നുണ്ട്. ഈ കഴുതയ്ക്ക് ഇന്ന് ചിന്തിക്കാം, എൻ്റെ അവസ്ഥ നിന്നയാണ്, പരിഹാസമാണ്, ആർക്കും വേണ്ട. ആ വചനം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ആരും ഉപയോഗിച്ചിട്ടില്ല. തെരുവിന് അവസാനം എന്ന് വെച്ചാൽ തെരുവിന് വെളിയിൽ ഒരു ജനൽ ബാഗുകളിൽ കെട്ടിയിരിക്കുന്ന കഴുത. ആരും ഉപയോഗിച്ചിട്ടില്ല, ആർക്കും വേണ്ട, ഒരു പ്രയോജനമില്ലാതെ കെട്ടപ്പെട്ടിരിക്കുന്ന കഴുത. എന്നാൽ അതിൻ്റെ ഒരു വാഗ്ദത്തം 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരിക്കുന്നുണ്ട്. നിറവേറാത്ത ഒരു വാഗ്ദത്തം ഈ കഴുതയുടെ മേൽ കിടപ്പുണ്ട്. ഇന്ന് രാത്രികാലം ഇവിടെ വന്നിരിക്കുന്ന ദൈവജനമേ, ഇന്ന് നീ ഭയപ്പെടേണ്ട. നിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ. ദൈവം നിനക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടായിരിക്കാം. ആ വാഗ്ദത്തം നിറവേറിയിട്ടേ ഈ ഭൂമിയിൽ നിന്ന് കൺമറഞ്ഞു പോകുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ കഴുതയ്ക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാഗ്ദത്തം എഴുതിയിരുന്നു, എൻ്റെ യേശു കഴുതപ്പുറത്ത് കയറുമെന്ന്. ഹല്ലേലൂയ. വാഗ്ദത്തം നിറവേറാൻ വേണ്ടി ആ കഴുത ആരും ഉപയോഗിച്ചില്ലെങ്കിലും ആർക്കും പ്രയോജനപ്പെട്ടില്ലെങ്കിലും മരിക്കാതെ ആ കഴുത അവിടെ കടന്നത് എന്തുകൊണ്ടെന്നറിയാമോ? ആ വാഗ്ദത്തം ആ കഴുതയുടെ മേൽ നിറവേറാനാണ്. ഇന്ന് രാത്രികാലം ഇന്ന് നീ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് എന്നോ മൺമറഞ്ഞു പോകേണ്ട ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ ഇന്ന് നീ ഈ ഗ്രാമത്തിൽ, ഈ വീട്ടിൽ, ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നത് എനിക്കൊന്നേ പറയാനുള്ളൂ, ഒരു വാഗ്ദത്തം നിന്റെ തലമേൽ കിടക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ ഒരു കാര്യം പറയാം.
നീ മൺമറഞ്ഞു പോകില്ല. ആ വാക്തത്വം നിറവേറിയിട്ടേ നീ ഇന്ന് പോവുള്ളൂ. ജനത്തിൻ്റെ മുമ്പിൽ, നിന്ദിച്ചവരുടെ മുമ്പിൽ, പരിഹാസിച്ചവരുടെ മുമ്പിൽ ദൈവം നിന്നെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. ആ ഒരു വാക്തത്വം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട. നീയും ഞാനും അബ്രഹാമിൻ്റെ സന്തതികളാണ്, വാഗ്ദത്ത സന്തതികളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കഴുതയുടെ മേൽ ഒരു വാഗ്ദത്തം കിടന്നു, എൻ്റെ യേശു കയറുമെന്നുള്ള വാഗ്ദത്തം. ഹല്ലേലൂയ. ഓർക്കണമേ, ആരാരും ഉപയോഗിക്കാത്ത കഴുത, വേണ്ടാത്തൊരു കഴുത എന്ന് യേശു പറഞ്ഞു. ആമേൻ. ബെത്തേലിൽ നിന്നും ഞാൻ എരിഹോയിലോട്ട് പോവുകയാണ്, യെരൂശലേമിലോട്ട് പോവുകയാണ്. എൻ്റെ യാത്രയ്ക്ക് ഒരു വാഹനം ആവശ്യം. ആമേൻ. ശിഷ്യന്മാരോട് പറഞ്ഞയക്കാം, ഒരു കഴുത ഇന്ന സ്ഥലത്തുണ്ട്, നീ പോകുമ്പോൾ ചുറ്റുമുള്ളവർ ചോദിക്കും. എൻ്റെ യേശുവിനറിയാം ആ കഴുത ഇപ്പോൾ ആർക്കും വേണ്ട, ഒരു ചോദ്യവുമില്ല. എന്നാൽ ശിഷ്യന്മാർ അവക്കുമ്പോൾ ചോദ്യങ്ങൾ ഉയരും. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ ഭാഗത്തിൽ നീ വരുമ്പോൾ ചില ചുറ്റുപാടിൽ നിന്ന് ചോദ്യങ്ങൾ ഉയരും. എന്തിന് പോകണം? നീ എന്തിനെ ആരാധിക്കണം? നീ ആരാധിച്ചിട്ട് എന്ത് പ്രയോജനം? നീ ഇത്രയും വർഷം ദൈവമേ എന്ന് വിളിച്ചിട്ട് ഒരു പ്രയോജനം കുടുംബത്തിലില്ലല്ലോ, ഒരു നന്മയും കുടുംബത്തിലില്ലല്ലോ. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ പറയാറുണ്ട്, ബ്രദർ, ഞാൻ ദൈവമേ എന്ന് വിളിച്ചിട്ട് ഒരു പ്രയോജനമില്ല, എനിക്കൊരു നന്മയും കിട്ടുന്നില്ല. ഇത്ര ദിവസം എല്ലാവരും ആരാധിക്കുന്ന പോലെ ഞാൻ ആരാധിക്കുന്നുണ്ട്, ഒരു പ്രയോജനമില്ല. ഒരു ബന്ധക്കുസുകാരനെ പറഞ്ഞു, തളർന്നു പോകല്ലേ. ഒരു കാര്യം നീ മറക്കരുത്, എത്ര വർഷം കഴിഞ്ഞാലും വാഗ്ദത്തം നിന്റെ തലമേലുണ്ടോ അത് നിറവേറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർക്കണമേ, ദൈവത്തിനറിയാം ഈ കഴുതയെ അവുക്കുമ്പോൾ ചോദ്യങ്ങൾ 4 ചുറ്റുപാടും ഉണ്ടാകും. ശിഷ്യന്മാർ പോയി കഴുതയെ അവുക്കുവാൻ തുടങ്ങി. ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്തിനെ? എവിടെ കൊണ്ടുപോകുന്നു? എപ്പോൾ തിരിച്ചു കൊണ്ടുവരും? പല ചോദ്യങ്ങളും പല സൈഡിൽ നിന്നും കേൾക്കുവാൻ തുടങ്ങി. എൻ്റെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞയച്ചു, അവക്കുന്ന സമയത്തിൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒറ്റ മറുപടി, ഇത് യേശുവിന് ആവശ്യമുണ്ട്. ഇന്ന് രാത്രികാലം നിന്നെ എൻ്റെ യേശുവിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ലോകം നിനക്കെതിരെ വരുമ്പോൾ, ലോകം നിന്നെ കളിയാക്കുമ്പോൾ, ലോകം നിന്നെ കൊല്ലുവാനും നിന്നെ ദോഷം വരുത്തുവാനും നിന്നെ തകർത്തു കഴിയുവാനും നോക്കുമ്പോൾ നീ ഭയപ്പെടേണ്ട. ഇന്ന് രാത്രികാലം എൻ്റെ യേശുവിന് നിൻ്റെ മേലുള്ളത് കൊണ്ട്, എൻ്റെ യേശുവിൻ്റെ വാക്തത്വം നിൻ്റെ മേലുള്ളത് കൊണ്ട് നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർക്കണമേ, ശിഷ്യന്മാർ കഴുതയെ അവുത്തു. ശിഷ്യന്മാരുടെ കൂടെ കഴുത മിണ്ടാതെ പോയി. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എൻ്റെ യേശുവിൻ്റെ പിന്നാലെ നീ ചെല്ലുമെങ്കിൽ വാഗ്ദത്തം നിന്നിൽ നിറവേറാൻ പോകുന്നുണ്ട്. ഇത്രയും ദിവസം ഞാൻ എന്തിനെ ആരാധിക്കണം, എന്തിനെ പ്രാർത്ഥിക്കണം എന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ ഇന്ന് രാത്രികാലം ഇന്നൊരു തീരുമാനമെടുക്കുക, ഞാൻ എൻ്റെ യേശുവിൻ്റെ പിന്നാലെ പോകും. ലോകം എനിക്കെതിരായി നിന്നാലും, വീട്ടുകാർ എനിക്കെതിരായി നിന്നാലും, നാട്ടുകാർ എനിക്കെതിരായി നിന്നാലും ഞാൻ ആരെയും നോക്കുന്നില്ല. എന്നെ രക്തം കൊടുത്ത് മേടിച്ച് എൻ്റെ യേശുവിൻ്റെ പിന്നാലെ പോകുമെന്ന് കഴുത തീരുമാനമെടുത്തതുപോലെ ഇന്ന് രാത്രികാലം നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുക്കാമെങ്കിൽ നിനക്കായൊരു നന്മ കാത്തിരിക്കുന്നുണ്ട്. ആ കഴുതയ്ക്ക് അറിയില്ല ഞാൻ എങ്ങോട്ട് പോകുന്നെന്നറിയില്ല, അവരെന്നെ എന്തു ചെയ്യുമെന്ന് ആ കഴുതയ്ക്ക് അറിയില്ല. പക്ഷെ ആ കഴുതയ്ക്ക് ഒന്ന് മാത്രം അറിയാം, എന്നെ സൃഷ്ടിച്ചവൻ, എനിക്ക് ത്വക്കും ബലവും ജീവൻ തന്നവനെ പറഞ്ഞയച്ചിട്ടാണ് ഇവർ വന്നത്. ഇവരെ കൂടെ ഞാൻ പോയാൽ ഒരിക്കലും എനിക്ക് മരണം സംഭവിക്കില്ലെന്ന് ആ കഴുതയ്ക്ക് അറിയാം. ഇന്ന് രാത്രികാലം ദൈവത്തിൽ ഇറങ്ങിത്തിരിച്ച ദൈവജനമേ, ഇന്ന് നീ ദൈവത്തിൻ്റെ ഭാഗത്തിൽ ഇറങ്ങിത്തിരിച്ചെങ്കിൽ നീ ഭയപ്പെടേണ്ട, നീ പകുതിയിൽ മരിച്ചു പോകില്ല. മോശയുടെ കൂടെ ഇറങ്ങിത്തിരിഞ്ഞ് ജനത്തിന് ദൈവം വാഗ്ദത്തം കൊടുത്തു, നീ നശിക്കില്ല, കാനാൻ ദേശം കാണുമെന്നും. ഇന്ന് ഇറങ്ങിത്തിരിച്ച് ദൈവജനമേ, നീ പകുതിയിൽ നശിച്ചു പോകില്ല, നീ പകുതിയിൽ മൺമറഞ്ഞു പോകില്ല, നിന്നെ ദൈവം കാനാൻ ദേശത്തിലെത്തിക്കും. ഹല്ലേലൂയ. ഓർക്കണം, ഈ കഴുത അവരെ കൂടെ മിണ്ടാതെ പോയി. ഒരു കാലത്ത് സ്തോത്രം പകച്ചവർ, നിന്ദിച്ചവർ, ഇന്ന് എല്ലാവരും കുരുത്തോലകളും പുതുവസ്ത്രങ്ങളും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് അവൻ്റെ മഹത്വം കൊണ്ടല്ല, അത് അവൻ്റെ കഴിവ് കൊണ്ടല്ല, ഈ കഴിവ് പ്രത്യേകത കൊണ്ടല്ല, എൻ്റെ യേശു അതിൻ്റെ പുറത്ത് കയറിയത് കൊണ്ടാണ്. ഇന്ന് രാത്രികാലം എൻ്റെ യേശു നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ഇന്ന് യേശുവിനെ നീ ചുമക്കുവാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ വചനം വെച്ച് ഞാൻ ഉറപ്പിച്ച് പറയാം, ഇന്ന് രാത്രികാലം നീ എൻ്റെ യേശുവിനെ ചുമക്കുവാൻ തയ്യാറാണെങ്കിൽ, നിൻ്റെ യേശുവിനെ ചുമക്കുവാൻ തയ്യാറാണെങ്കിൽ, നിനക്ക് പെൻഡിങ്ങായി കിടക്കുന്ന പല വാഗ്ദത്തങ്ങളും ഉണ്ടല്ലോ, പല നിറവേറാത്ത വചനങ്ങളുണ്ടല്ലോ, ഇന്ന് രാത്രികാലം ലോകം കാണെ നിറവേറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിന്നെ നീ ദൈവത്തിൽ സമർപ്പിക്കുകയാണെങ്കിൽ ചില വാഗ്ദത്തങ്ങളും ചില വിടുതലുകളും നിൻ്റെ കുടുംബത്തിൽ മറഞ്ഞു കിടക്കുന്നുണ്ട്. അത് നിറവേറണമെങ്കിൽ ഇന്ന് എൻ്റെ യേശുവിൻ്റെ പിന്നാലെ പോ. എൻ്റെ യേശുവിനെ ചുമക്കുവാൻ തയ്യാറാണെങ്കിൽ, എൻ്റെ യേശുവിനെ നീ ചുമക്കുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നീ നാണിക്കില്ല, നീ ലജ്ജിക്കില്ല, നീ തല താഴ്ക്കേണ്ടി വരില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴുത ദൈവത്തിനെ അനുസരിച്ചു. എന്തുകൊണ്ടെന്നറിയാമോ? വചനം ഇങ്ങനെ സഖരിയാവിൽ പറയുന്നുണ്ട്, മേഘത്തിൽ എൻ്റെ യേശു കഴുത പുറത്ത് കയറി വരുന്നു.
ആമേൻ. സഹരിയ 9:9 പറയുന്നു, എൻ്റെ യേശു കഴുതപ്പുറത്തിൽ കയറി വരുന്നു. ഇന്ന് രാത്രികാലം ഒരു കാലത്ത് നീ ഞാൻ എടുക്കപ്പെടും. അനന്ത കാലത്തിന് മുമ്പേ സഭ എടുക്കപ്പെടും, സഭ വ്യക്തികൾ എടുക്കപ്പെടും. മാനസാന്തരപ്പെടുത്തിയ ദൈവജനമേ, നീ ഞാനും പറന്നു വരുന്നൊരു ദിവസമുണ്ട്. അന്ന് മധ്യാകാശത്തിൽ നീ ഞാൻ പിതാവിനോട് വരണമെങ്കിൽ ഇന്ന് രാത്രികാലം എൻ്റെ യേശുവിനെ ചുമക്കുവാൻ നീ തയ്യാറാണെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാൻ, മധ്യാകാശത്തിൽ എൻ്റെ യേശുവിൻ്റെ കൂടെ നീയും പറന്നു വരും. ഹല്ലേലൂയ. എൻ്റെ യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അവൻ നീ നിന്ദിക്കേണ്ടി വരില്ല. നീ പരിഹസിച്ചാലും ആ പരിഹാസം അധിക ദിവസം പോകില്ല. ഹല്ലേലൂയ. നമുക്കിന്ന് കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിക്കാം, അങ്ങനെ ഒന്ന് എഴുതിക്കാം, ഇന്നൊരു സമർപ്പണം കൊടുക്കാം. ദൈവമേ, അമ്മേൻ ആ കഴുത അമ്മേൻ അങ്ങയുടെ മുമ്പിൽ തന്നെ സമർപ്പിച്ച് ഇറങ്ങിത്തിരിച്ചു. ഇന്ന് രാത്രികാലം ഞാനും അങ്ങയുടെ മുമ്പിൽ എന്നെ സമർപ്പിക്കുന്നു, അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. അമ്മേ, അങ്ങയുടെ വചനം എടുക്കുവാൻ, അങ്ങയെ ചുമക്കുവാൻ ഞാൻ തയ്യാറാകണം. ലോകം എനിക്ക് എതിർത്താലും, ലോകം എന്നെ കുറ്റപ്പെടുത്തിയാലും, അമ്മേൻ എന്തുവായി ബന്ധക്കോസുകാരനെന്ന് വിളിച്ചെന്നെ കളിയാക്കിയാലും, എൻ്റെ പേര് വിളിച്ചെന്നെ കളിയാക്കിയാലും, എൻ്റെ ചർച്ചിനെ പറിച്ച് കളിയാക്കിയാലും എനിക്ക് ഭയമില്ല. കാരണം ഞാൻ പോകുന്നത് നിൻ്റെ പിന്നാലെയാണ്. ഇന്ന് ഞാൻ പോകുന്നത് നിന്നെ ചുമക്കുവാനെന്നൊരു തീരുമാനം. അപ്പോൾ കഷ്ടം വന്നാലും, വേദന വന്നാലും, നിന്ന വന്നാലും, പരിഹാസം വന്നാലും നിന്നെ വിട്ടുകൊടുക്കുന്നതിലൊന്നൊരു തീരുമാനമെടുക്കും. പലപ്പോഴും നീ ദൈവത്തിനെ പിറുപിറുത്തില്ലേ, ദൈവത്തിന് നേരെ കുറ്റപ്പെടുത്തിയില്ലേ, എന്തിനെനിക്കിങ്ങനെ തന്നു എന്ന് ചോദിച്ച് ദൈവത്തിനോട് നീ വഴക്കുണ്ടാക്കിയില്ലേ? ആമേ. എന്നാൽ ഇന്ന് രാത്രികാലം പറ, ഇനി ഞാൻ അങ്ങനെ പറയില്ല. നീ എന്തു തന്നാലും ഞാൻ സഹിച്ചു നിൽക്കാം നിനക്ക് വേണ്ടി. കാരണം നിനക്ക് എന്നെ ആവശ്യമുണ്ടെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞു. ഇന്ന് രാത്രികാലം ഞാൻ ഈ സത്യം അറിഞ്ഞു. അപ്പാ നിനക്ക് എന്നെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞു. അല്പ സഹോദര സഹോദരി, ഇന്ന് രാത്രികാലം നിന്റെ മേൽ വാക്തത്വം കിടക്കുന്നു. ആമേൻ. ഈ വാക്തത്വം നിറവേറണമെങ്കിൽ ഇന്ന് രാത്രികാലം ചുമക്കുന്ന ഒരു തീരുമാനം നീ എടുക്കുക. യേശുപ്പാ, ഞാൻ നിന്നെ ഞാൻ ചുമക്കുവാൻ പോകുന്നു. ആമേൻ. ചരിത്രം ഇങ്ങനെ പറയുന്നു, ജനിച്ചു കഴിഞ്ഞാൽ മരിക്കണമെന്ന്. ആമേൻ. ജനിച്ചാൽ മരണം ഉറപ്പായി കിടന്നൊരു ജീവിയായിരുന്നു. എന്നാൽ രക്തം കൊടുത്തു ആമേൻ നേടി. ആമേൻ. മറ്റൊരുവരും രക്ഷയില്ലെന്നേ. നീ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ ഭൂമിയുടെ മുകളിൽ വേറൊരു നാമമില്ലെന്നേ. അതിൻ്റെ യേശുവിൻ്റെ നാമമാണ്. അതിൻ്റെ യേശുവിൻ്റെ നാമമാണ്. നീ ലോകത്തിൻ്റെ പിന്നാലെ ചെല്ലുകയാണെങ്കിൽ, ചെന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കും, ഈ ലോകം എനിക്ക് വേണ്ട. യേശുപ്പാ, നീ മതി. ആമേൻ. നീ മതി. നീ കർത്തവ്യം ഏറ്റെടുക്കും. ഒരു തീരുമാനമെടുക്കാമോ? യേശുപ്പാ, എനിക്ക് വേണം നിന്നെ. ഞാനിന്ന് വരിക നിന്റെ കൂടെ. ആമേൻ. പല വാഗ്ദത്തങ്ങളും നിറവേറാതെ കിടക്കുകയല്ലേ? ഭയപ്പെടണ്ട. എൻ്റെ യേശുവിൻ്റെ കൂടെ ചെല്ല്. എൻ്റെ യേശുവിനെ ചുമക്കുവാൻ നീ തയ്യാറാണെങ്കിൽ നാവുകൊണ്ട് പറ, അപ്പാ, ഞാൻ നിന്നെ ചുമക്കുവാൻ പോകുന്നു. ഞാൻ നിന്നെ ചുമക്കുവാൻ പോകുന്നു. നിന്ദകളും പരിഹാസങ്ങളും വരാം, എന്നാൽ ഭയപ്പെടേണ്ട. നീ സന്തോഷം കാണുവാൻ പോകുന്നു. നീ ആർത്തുവിളിയുടെയും സന്തോഷത്തിൻ്റെ ഒരു ഘോഷയാത്ര നീ കാണുവാൻ പോകുന്നു. ആമേൻ. എൻ്റെ യേശു നിന്റെ പക്ഷത്തുണ്ട്. ആമേൻ. എൻ്റെ യേശു നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ ലോകത്തിൽ നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ലോകത്തിൽ നിന്നെ തകർക്കാൻ കഴിയില്ല. ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുന്നു, ആമേൻ. ദാവീദ് പറയുക, ആമേൻ, മരണത്തിൻ്റെ വാക്കിൽ ഞാൻ നിന്നാലും ഞാനൊരു അനർത്ഥത്തിനെ ഭയപ്പെടില്ല. കാരണം അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ദൈവജനമേ, നീ ഭയപ്പെടേണ്ട. നിനക്കെതിരെ വരുന്ന എന്ത് ശക്തിയായിരുന്നാലും നീ ഭയപ്പെടണം. നിന്റെ ഹൃദയത്തിൽ പറ, എനിക്കെതിരെ എന്ത് അനർത്ഥം വന്നാലും എന്നെ രക്തം കൊടുത്ത് വീണ്ടെടുത്തവൻ്റെ മകളാണ് ഞാൻ. ഇതിനൊന്നും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ലോകത്തിൽ നിന്നെ തകർക്കാൻ കഴിയില്ലെന്ന്. ഈ രക്തത്തിന് അത്ര വിലയേറപ്പെട്ട രക്തമാണ്. ഇന്നും സമർപ്പിക്കാമോ? യേശുവേ, നിനക്ക് എന്നെ ആവശ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനുവേണ്ടി ഞാൻ നിന്നെ സമർപ്പിക്കുന്നു. അപ്പാ, എന്നെ എടുത്ത് പ്രയോജനപ്പെടുത്തുമെന്ന് പറയുകയാണെങ്കിൽ ഇന്നു മുതൽ നിന്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരുവാൻ പോകുന്നു. അത് നിന്റെ ജോലി സ്ഥലത്തായിരിക്കാം, അത് ചിലപ്പോൾ നിന്റെ വീട്ടിലായിരിക്കാം, ചിലപ്പോൾ നാട്ടുകാരുടെ ഇടയിലായിരിക്കാം. ആമേൻ. എവിടെയാണെന്നറിയില്ല. എന്നാൽ ഇന്ന് സമർപ്പിച്ച് നീ യാത്ര തുടരുകയാണെങ്കിൽ നിന്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരുമെന്ന് ഞാൻ പറയുന്നു. ആമേൻ. സമർപ്പണ ജീവിതം ആവശ്യമാണ്. വിശ്വാസിയെ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവജനമേ, ഇന്ന് രാത്രികാലം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു സമർപ്പണ ജീവിതം കഴിഞ്ഞിട്ട് നീ ഇറങ്ങണം. സമർപ്പിക്കുക. യേശുവേ, എന്നെ എടുത്ത് ഉപയോഗിക്കുക. ആമേൻ. ആർക്കും വേണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം യേശുവിന് നിന്നെ വേണം. ആമേൻ. സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ നേരം നിങ്ങളുടെ വാർത്തകളെ കേട്ടുകൊടുക്കുന്നു. அப்படி சமர்ப்பிப்போமா உங்களை தாங்களே. ஹல்லேலூயா. தேவனுக்கு நேராக சமர்ப்பிப்போமா. யாருக்கும் வேண்டாம் என்பது கழுது. யாருக்கும் வேண்டாம் பரியாசை நிந்தயமாக சகித்துக் கொண்டிருந்தார் ஒரு கழுது. அது தேவனுக்கு தேவைப்படுகிறது. இன்று நீங்களும் நான்களும்
நீங்களும் நானும் அதே நிலைமையில தான். நான் கல்லூரி படித்துக் கொண்டிருக்கும் போது வாலிபர்கள், சில வாலிபர்கள், என் கூட படித்த வாலிபர்கள் சொல்லுவார்கள், என்னை காணும் போதே ஒரு மாதிரி பரியாசம் பண்ணி பேசுவார்கள். நான் பெண்டேகோஸ்துக்காரன் அல்லவா, அல்லேலூயா ஸ்தோத்திரம் தான் வராது அப்படின்னு. ஆனா எத்தனையோ வாலிபர்களை நான் பார்த்திருக்கிறேன். கடந்த காலத்தில் திருமணமான ஒரு வாலிபர் என்னை சந்தித்தார். அதுக்கு முன்பாக என்னை சந்தித்தார். அவர் என்ன சொன்னார் தெரியுமா? எனக்கு திருமணமே நடக்கல, எனக்காக நீ ஏதாவது ஹெல்ப் பண்ணியா அப்படின்னு கேட்டார். ஆனா ஒரு காலத்தில் நான் படித்துக் கொண்டிருக்கும் போது என்னை பார்த்து பரியாசித்த ஒரு வாலிபர், எனக்கு அப்போதே அதுதான் ஓர்மை வந்தது. என்னை பார்த்து பரியாசித்த அந்த வாலிபன் என்னோடு வந்து கேட்டான், எனக்காக நீ ஏதாவது ஒரு ஹெல்ப் பண்ணியா, ஏதாவது திருமண காரியங்கள் ஒரு சபையிலிருந்து பார்ப்பா என்று என்கிட்ட கேட்டான். எனக்கு மனம் உடைந்து போனது. அதை சிந்தித்தேன். அதிலிருந்து எனக்கு ஒன்று புரிந்து போனது, அவர் இழுத்து கொண்டார். எப்பேற்பட்ட மனுஷனானாலும் அவர் இழுத்து கொண்டார். ஒரு நிமிடம் ஆகாது. இன்றைக்கு ரட்சிக்கப்பட்ட மனம் திரும்பி இப்பொழுது சமீபத்தில் கழிந்த வாரத்தில் தான் அவனுக்கு திருமணம் ஆனது. பெந்தேகோஸ்தே மார்க்கத்தின் அடிப்படையில் தான் அவனுக்கு திருமணம் ஆனது. எனக்கு நான் அந்த கல்யாண வீட்டுக்கு கடந்து சென்றேன். எனக்கு அவ்வளோ பார்க்கும்போது எனக்கு மகா சந்தோஷம் பட்டு களி கூர்ந்து வாலிபத்தில் சொன்னேன், இப்படி என்னை பரிசித்த ஒரு மனுஷன் தான், ஒரு வாலிபன் தான், என் கூட படித்தவன் தான். எனக்கு அதிலிருந்து ஒன்று புரிந்து கொண்டது, அவர் இழுத்து கொண்டார். எந்த மனுஷனான எந்த கொம்பனானாலும் ஒருத்தன் கூட தப்ப முடியாது. ஹல்லேலூயா. இந்த பாடலை பாடுவோமா? என்னை இழுத்து கொள்ளும் ஓடி வந்திடுவே, என்னை இழுத்து கொள்ளும் ஓடி வந்திடுவே, அறைக்குள் அழைத்து செல்லும் அன்பில் களி கூறுவே, அறைக்குள் அழைத்து செல்லும் கண்களில் நிறைந்தவரே, கரம் பிடித்தவரே, கைவிட கண்மலையே, காவற்சி நாயகனே,
உமக்கே ஸ்தோத்திரம் உயிருள்ள நாளெல்லாம் உமக்கே ஸ்தோத்திரம் உமக்கே ஸ்தோத்திரம் உமக்கே ஸ்தோத்திரம் உயிருள்ள நாளெல்லாம் உமக்கே ஸ்தோத்திரம் உமக்கே ஸ்தோத்திரம் உமக்கே ஸ்தோத்திரம் உயிருள்ள நாளெல்லாம் உமக்கே ஸ்தோத்திரம் வாழுமென் நேசரே வழிகளில் தங்கிடுவோம் சொல்லுமா வாழுமென் வழிகளில் தங்கிடுவோம் நேசத்தின் உச்சிதங்களை நிறைவாய் பொழிவேனையா நேசத்தின் உச்சிதங்களை நிறைவாய் பொழிவேனையா உமக்கே ஸ்தோத்திரம் உமக்கே ஸ்தோத்திரம் உயிருள்ள நாளெல்லாம் உமக்கே ஸ்தோத்திரம் உமக்கே ஸ்தோத்திரம் உமக்கே ஸ்தோத்திரம் உயிருள்ள நாளெல்லாம் உமக்கே ஸ்தோத்திரம் ஆயி முத்தங்களா முத்தங்கள் செய்திடுமே வாய் முத்தங்களா முத்தங்கள் செய்திடுமே உம்மை போல் ஆக்கிவிடும் உமைக்குள் வைத்துக் கொள்ளும் உம்மை போல் ஆக்கிவிடும் உமைக்குள் வைத்துக் கொள்ளும் உமைக்கே ஸ்தோத்திரம் உமைக்கே ஸ்தோத்திரம் உயிருள்ள நாளெல்லாம் உமைக்கே ஸ்தோத்திரம் உமைக்கே ஸ்தோத்திரம் உமைக்கே ஸ்தோத்திரம் உயிருள்ள நாளெல்லாம் உமைக்கே ஸ்தோத்திரம் என்னை இழுத்துக் கொள்ளு ஓடி வந்திடுவே என்னை இழுத்துக் கொள்ளு ஓடி வந்திடுவே அறைக்குள் அழைத்து செல்லு அன்பை கழி கோருவே அறைக்குள் அழைத்து செல்லு அன்பில் கழி கோருவே உமக்கே ஸ்தோத்திரம் உமக்கே ஸ்தோத்திரம் உயிருள்ள நாளெல்லாம் உமக்கே ஸ்தோத்திரம் உமக்கே ஸ்தோத்திரம் உமக்கே ஸ்தோத்திரம் உயிருள்ள நாளெல்லாம் உமக்கே ஸ்தோத்திரம் உமக்கே ஸ்தோத்திரம் உமக்கே ஸ்தோத்திரம் உயிருள்ள நாளெல்லாம் உமக்கே ஸ்தோத்திரம் உமக்கே ஸ்தோத்திரம் உமக்கே ஸ்தோத்திரம் உயிருள்ள நாளெல்லாம் உமக்கே ஸ்தோத்திரம். கேட்ட வசனம் பிரகாரமாக நாம் பக்கத்துள்ளவர்களுக்கோ குடும்பக்காரர்களுக்கோ வேண்டாத நிலைமையாக நாம் இருந்து கொண்டிருக்கலாம் இதுவரைக்கும். ஆனால் அவர் இழுத்துக் கொள்ளும் போது அவர் இழுத்துக் கொள்கிற சமயம் வரும்போது அவருக்காக பிரகாசிக்கிற ஒரு மனிதனாக நீங்களும் நானும் மாற முடியும் என்பதை சந்தேகமே இல்லை. இந்த நாட்கள் கொடிதா இருக்கிறபடியா இந்த நாட்களை
பிரயோஜனப்படுத்திக் கொள்ளும்படி ஒவ்வொரு மக்களுக்கு வாய்ப்பை கொடுக்கும்படியாக நாங்கள் ஜெபிக்கிறோம் ஆண்டவர். இன்றைய இரட்சியின் நாள், இன்றைய நேர காலம், அன்று எருசலேம் நகரத்தை பார்த்து கண்ணீருட்ட ஆண்டவர், உனக்கு கிடைத்த இந்த நாளிலாவது உன் சமாதானத்தை ஏற்றவில்லை நீ அறிந்திருந்தாயானா உனக்கு நலமாயிருக்கும். இன்றைய நாட்களை நீங்கள் எடுத்துக்கொள்ளுங்கள், இஸ்ரேல் தேசத்தை எடுத்துக்கொள்ளுங்கள். அன்று கேட்டு வாங்கினார்கள், அந்த தேச மக்கள் கேட்டு வாங்கினார்கள், எங்கள் மேலும் எங்கள் பிள்ளைகள் மேலும் வரட்டும். இன்றைய படுகிற கோலத்தை பாருங்கள், இந்த இஸ்ரேல் தேசம் படுகிற கோலத்தை பாருங்கள். அன்று தேவனை மறுதலித்து தேவனை சிலுவையில் அடித்தார்கள் அல்லவா, அன்று கேட்டு வாங்கினார்கள். இந்த பழி, இந்த இரத்த பழி எங்களுக்கும் எங்கள் குழந்தைகள் மேல் வரட்டும். இந்த நாட்களை உணர்ந்து பாருங்கள், இதோ சீக்கிரமா வருகிறேன், என்னுடைய கிரியைகளுக்கு தக்கபடி நான் அளிக்கும் வரை என்னோடு கூட வருகிறது. அன்று ஒருவன் கூட தப்பித்துக் கொள்ள முடியாது. அவர் வரும்போது கணக்கு கேட்பார், அவர் வரும்போது கணக்கு கேட்பார். உனக்கு 24 மணி நேரம் ஒரு நாளைக்கு கொடுத்திருக்கிறேன் அல்லவா, அதை குறித்து நீ எனக்காக என்ன செய்தாய், நான் உனக்காக மரித்தேன், நீ எனக்காக என்ன செய்தாய் என்று கேட்கும் போது அல்லல் படுவாயோ, அழுது கொண்டு நிற்பாயோ? அந்த நிலைமை நமக்கு வரக்கூடாது. இந்த இரட்சியின் நாள், இந்த அருகிற காலம், இந்த நாட்களை பிரயோஜனப்படுத்திக் கொள்ளும்படி நம்ம ஒவ்வொருவருக்கும் தெய்வம் தாமே கிருபை செய்வாராக. இந்த தேசத்துக்கு காணப்படுகிற ஒவ்வொரு வாரங்களுக்காக ஜெபிக்கிறோம். ஒவ்வொரு வாரங்களையும் இரட்சியோ சந்தியோ அவர்கள் போகிற போக்கை விட்டு அந்த நேச கரலை பிடிக்கட்டும், நேச கரத்தை பிடிக்கட்டும் அப்பா. எத்தனை வாலிபர்கள் ஹalleluya என்று பார்க்கிற வாலிபர் நாளை காண முடியவில்லை. காய்த்து கொள்கிற காலம், பைக் ஆக்சிடென்ட்ல மரித்து போகிற காலங்கள், இந்த நாட்கள் பிரயோஜனப்படுத்திக் கொள்ளட்டும் அப்பா. அந்த வாலிபர் உடைய அண்டை வரட்டும், தேசத்து வாலிபர்களை தொடுமப்பா. போதை பழக்கத்துக்கு அடிமைப்பட்டிருக்கிற ஒவ்வொரு வாலிபர்களையும் சந்திப்பீராக. நாங்கள் வாலிபர்களாக சேர்ந்து அந்த வாலிபுக்கு நாங்கள் ஜெபிக்கிறோம் ஆண்டவரே. ஹalleluya. வாலிபன் தன் வழியை இதனால் சுத்தம் பண்ணுவான். உம்முடைய வசனத்தின்படி என்னை தன்னை காத்துக்கொள்கிறார் தானே சொன்ன பிரசங்கியின் போல, ஹalleluya, சாலமேலே போல இந்த நாட்கள் ஹalleluya வாலிபர்களை ரட்சிக்க காலமா மாறட்டும். இந்த நாட்கள் அறுப்பின் காலமா இருக்கிறபடியா ஹalleluya தேசம் மனந்திருப்பட்டும் அப்பா. ஒரு இளப்பலாவி பற்றி பிடிக்கட்டும். அந்த கார்மிக்கல் அம்மையார், சாரா தக்க, ரிங்கிள் தௌபே, வில்லியம் கேரி என்று சொல்லப்பட்ட அநேக மிஷனரிமார்கள் இந்தியாவில் வந்து இந்திய தேசத்துக்காக மரித்தார்கள் அல்லவா, அதை நினைவு கூர்ந்து வாலிபர்கள் நம்முள்ளே வரட்டும். இன்றைக்கு அவர்கள் வராதிருந்தா நாம் இன்னைக்கு மடித்தே போயிருப்போம். இந்த சுவிசேஷத்தின் பிரசங்கம் இந்த உலகத்துக்கு வந்தே சேர்ந்திருக்காது. எத்தனையோ மிஷனரிமார்கள் தங்களை சாவ கொடுத்து உருவ குத்த கொடுத்து அந்த நாட்டுகளில் ஜெர்மன் தேசம், அமெரிக்க தேசம், இங்கிலாந்து தேசத்தில் எத்தனையோ வசதி வாய்ப்புகள் இருந்து தேவனுடைய மேல் கொண்ட அந்த பாசத்தின் மூலமாக இந்தியாவில் வந்து தன்னுடைய உயிரை மாய்த்து கொண்டிருக்கிறார்கள் அப்பா. இன்றைய நாட்கள் இந்தியாவே மிஷனரிமார்கள் கல்லறை தோட்டமாய் மாற காரணமே அதுதான். ஒரு காலத்தில் நாம் அடிமைகளா இருந்தோம், ஒரு காலகட்டத்தில் ஜாதியின் பேரில் அடிமைகளா இருந்தோம். எத்தனை பெண் பிள்ளைகள் படிக்க நிலைமாய் இது அற்று போயிருந்தோம். அதாவது அடுப்போது பெண்களுக்கு கல்வி எதற்கும் சொல்ல அப்படிப்பட்ட ஒரு காலத்துக்குள்ள வாழ்ந்து கொண்டிருப்பதை நீங்கள் நினைவு கூற வேண்டும். அப்படிப்பட்ட நிலைமைகள் மாற்றினையா இந்த சுவிசேஷமாகிய பிரசங்கம் யார் கொடுத்தது? எப்பேற்பட்ட மக்கள் இந்த நாட்டிலே வந்து உருவ கொடுத்து ஹalleluya தன்னுடைய மரணத்தை ருசி பார்த்தவர்கள் அல்லவா. நீங்கள் சற்று சிந்தித்து பாருங்கள். இன்று நாங்கள் ரெஸ்பெக்டாய் வாழ்கிறோம், சரீரத்தில் ஆடையை அணிந்து ரெஸ்பெக்டாய் வாழ்கிறோம். சுமார் 100 வருடத்திற்கு முன்பாக நீங்கள் பழைய காலங்களை ஓர்மித்து பாருங்கள். பெண் பிள்ளைகள் ஆடை அணிய முடியாது, மேல் வஸ்திரம் போடக்கூடாது. ராஜா அந்த வீதியில் வரும்போது தன்னுடைய மார்பை காட்டிக் கொள்ள வேண்டும். அப்படிப்பட்ட ஒரு அவலநிலை நம்ம கன்னியாகுமரி மாவட்டத்தில் இருந்தது அல்லவா. நீங்கள் போய் சர்ச் பண்ணி பாருங்கள் யூடியூபிலே. அப்படிப்பட்ட அவலநிலை மாற்றினையா ரிங்கிள் தௌபே, வில்லியம் கேரி சொல்லப்பட்ட மிஷனரிகளே என்பதை மறந்து போகக்கூடாது. இந்நாள் செடி துவங்கி புஷ்டியும் பசுமையை வாழ்கிறோம் அல்லவா. அன்று அவர்கள் தன்னுடைய மரணத்தை ருசி பார்த்தபடியினாலே இப்படி நாம்
வாழ்ந்து கொண்டிருக்கிறோம். அது இந்த கொஞ்ச நாள்ல நாம் அதை மறந்து விட போகிறோம். அப்படி இருக்கக்கூடாது. நீங்கள் எல்லோரும் அதை சிந்தித்து அது எப்படி ஆயிட்டு, அது உங்களுடைய கண்களுக்கு ஆச்சரியமா இருக்கிறது அல்லவா என்று சொல்லி அவர் சந்தையில் வருவோமா? இப்படியே சென்று கொண்டிருக்கிறது காலங்கள், இப்படியே இனிமேல் சென்று கொண்டிருக்காது. காலம் கொடிதா இருக்கிறபடியா காலத்தை பிரதிநிதிப்படுத்திக் கொள்ளும்படி தேவாவியனர் பேசிக் கொண்டிருக்கிறார். ஹல்லேலூயா. கழுதைப்பட்ட ஹல்லேலூயா கட்ட வைக்கப்பட்ட கழுதை போல அல்ல, தேவனுக்கு பாத்திரமாக மாற வேண்டிய ஒரு கழுதை நீங்களும் நானும் கட்டப்பட்ட வேண்டிய இருக்கிற அல்ல. போதும், சாத்தானுடைய கட்டிலிருந்து வெளியே வருவோமா? அவருடைய திருமுகத்தை நோக்கி பார்ப்போமா? இந்த ரட்சணியதான், இந்த அறிகிற காலம். அந்த வாய்ப்புகளை, எத்தனையோ வாய்ப்புகள் உங்களுக்கு கிடைத்திருக்கலாம். இனிமேல் வாய்ப்புகள் கிடைக்காமல் கூட போகலாம். ஆனால் இந்த நாட்கள், இன்றைய தினத்தில் கேட்ட வார்த்தையை கேட்டு அதன்படி உங்களுடைய ஜீவியத்தை ஒப்பு கொடுப்போமா? அவர் வரும்போது அவரோடு கூட செல்ல ஆயத்தப்படுவோமா? எல்லோருக்கும் தெரியும், ஒரு முஸ்லீம் வாலிபர் என்னோடு கூட கடந்த ஒரு 2 மாசத்துக்கு முன்பாக பேசிக் கொண்டிருந்தார். அவருக்கு கிறிஸ்தவத்துக்கும் எந்த சம்பந்தமும் கிடையாது. அவர் சொல்கிறார், இது கடைசி காலம். எனக்கு ஆச்சரியமாகவே இருந்தது. ஒரு முஸ்லீம் வாலிபர், இது கடைசி காலம். யாக்கோபு விழித்தெழும்பி முச்செடி தோன்ற போது வசந்த காலம் என்பது மறந்துவிடக் கூடாது என்று வேதத்தில் நாம் பார்க்க முடியும். இஸ்ரேல் திளித்தெழுந்து இப்பொழுது திரும்ப வந்திருக்கிறது என்றால் அப்பொழுது முடிவு காலம் சமீபமா இருக்கிறது, அறிந்து கொள்ள வேண்டும். அவர் அதை தெளிவாக என்னிடம் பேசினார். நான் ஒரு கிறிஸ்தவன் என்றோ நான் அவருடைய காட்டிக் கொள்ளவே இல்லை. அவர் என்னோடு கொஞ்ச நேரம் பேசிக் கொண்டிருந்தார். எனக்கு ஒன்று புரிந்தது, இந்த சத்தியம் என்பது உண்மையே, இந்த பரிசுத்த வேதம் என்பது உண்மை. அந்நியருக்கு தெரிகிறது, ஆனால் நமக்கோ அது தூரமாய் இருக்கிறது அல்லவா? நாம் அவருடைய தெரிந்துவோமா? அவர் சாயலை தரித்து கொள்வோமா? ஹல்லேலூயா. நீரே தஞ்சம், நீரே என் கோட்டை, நீரே என் இரட்சகர், நீரே ராஜா, நீரே என் தஞ்சம், நீரே என் கோட்டை, நீரே என் இரட்சகர், நீரே ராஜா. உம்மை தேடுவே நாள் முழுவதும், நான் உம்மை சேவிப்பே வாழ்நாளெல்லாம்.
செலுத்துகிறோம்ப்பா. இந்த மகிழ்ச்சியான வேலையை குடிபெறச்சதவரே உமக்கு நன்றி. உடைய பிரசன்னத்தால் 2 குடிமத்தில் உடைய மத்தியில் வாசம் பண்ணுவேன் என்று சொன்ன தேவனே, எங்கள் மத்தியில் வாசம் பண்ணவரே உமக்கு நன்றி செலுத்துகிறோம்ப்பா. அந்த செய்தி கொடுத்த நபர்களுக்காக ஜெபிக்கிறவரை வல்லமையை பயன்படுத்த பாடல் என்பதற்காக அவரே மற்றும் வல்லமை பயன்படுத்தும்படியாக ஜெபிக்கிறோம்ப்பா. மற்றும் இந்த கூட்டம் கூட நடத்துவதற்கு காரணமான அந்த வீட்டுக்காக ஜெபிக்கிறோம். அப்புறம் ஆசீர்வதிக்கும்படியாக ஜெபிக்கிறோம். அவர் ரட்சிக்கப்படாத ஆத்மாக்கள் இன்னும் ரட்சிக்கப்பட்டு நித்திய ஜீவனை சந்தோஷத்தை அனுபவிக்க அவர்களுக்கு உதவி செய்யும்படியாக ஜெபிக்கிறோம். மற்றும் தேசத்தில் ஜெபிக்கிறோம்ப்பா. தேசத்துக்கு மேலே அழிந்து போகிற அந்த அநேக ஆத்மாக்களுக்காக ஜெபிக்கிறோம். ரட்சிக்கப்படாத அநேக ஆத்மாக்கள் தேசத்தில் உண்டப்பா, அவர்களும் ரட்சிக்கப்பட்டு சபையோடு சேர உதவி செய்யும்படியாக ஜெபிக்கிறோம். இந்த வசனத்துக்காக ஜெபிக்கிறோம்ப்பா. கழுதை போல ஒதுக்கப்பட்ட அனுபவத்தில் இருந்த பிள்ளைகளையும் தேவனாகி கர்த்தர் தம்மோடு இழந்து கொள்வார் என்ற வசனத்தின்படியாக தேவனுடைய பிள்ளைகள் ஒருவருடைய இழந்து கொள்ள உதவி செய்யும் வசனத்தின்படி வாழ தேவனுடைய உதவி செய்வாராக. அது கூட நல்ல உதவி ஆசீர்வதிக்கும்படியாக ஜெபிக்கிறோம். தாழ்ந்து ஜெபிக்கிறோம். நல்ல பிதா நோக்கி இருந்து ஆசீர்வதி கர்த்தரை நாம் அடிக்கிறோம். பரிசுத்தமுள்ள நல்ல பிதாவே ஆமென். என் ஆத்மாவே கர்த்தரை ஸ்தோத்திரி, என் முழு உள்ளமே அவருடைய பரிசுத்த நாமத்தை ஸ்தோத்திரி. என் ஆத்மாவே கர்த்தரை ஸ்தோத்திரி, அவர் செய்த சகல உபகாரங்களை மறவாதே.